ഫാഷനെ കുറിച്ച് വലിയ സബ്ജക്ട് നോളജ് ഇല്ലാത്ത ഒരാളെന്ന രീതിയിൽ ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ള കാര്യമാണ്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈൻ, പുള്ളിക്കാരത്തി എന്തിട്ടല്ലോ അടിപൊളിയാണ്. ബിക്കോസ് ഷീ നോസ് വാട്ട് ഗോസ് വിത്ത് what. So I always like take her with me when I go shopping because not a fan of shopping. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഇതൊക്കെ ഈ കറക്റ്റ് പ്രപ്പോർഷൻ. ഇപ്പോൾ എല്ലാവരും പറഞ്ഞു ബ്ലാക്ക് ഫുൾ ഇടുകയാണെങ്കിൽ നമ്മൾ വണ്ണം കുറവ് തോന്നിക്കും, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി ഉള്ള ഒരു കഴിവാണോ അല്ലെങ്കിൽ അത് പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണോ? അത് നമ്മുടെ ചെറിയൊരു മിത്ത് ഇവിടെ ഫോളോ ചെയ്യുന്ന ഒരു സാധനം. ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഐ ഷുഡ് ടെൽ. ഇവിടെ എല്ലാ പാരൻസ് ആണെങ്കിലും ഇപ്പോഴും എല്ലാവരിൽ നിന്നും ഞാൻ പറയുന്നില്ല, ഇപ്പോഴും ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഫാൻ ഇവളൊരു മോഡൽ ആവാൻ പോവാം. 20 years ബാക്ക് ഉള്ള തിങ്കിങ് ആണ്. ഇപ്പോഴും ഉണ്ട്, ഒരു മോഡൽ ആവുമോ, അല്ലെങ്കിൽ എന്താ പറയുക ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ ഇത് പഠിക്കാത്ത കുട്ടികൾക്കുള്ള ഒരു മേഖലയാണ്. അങ്ങനത്തെ ഒരു ചിന്ത ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി റോങ്. ഫാഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സയൻസ്. നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ ഹൗസ് വൈഫ്സിന് പോലും ഇത് ചെയ്യാം, അല്ലെങ്കിൽ കരിയറിൽ ഒരു ബ്രേക്ക് എടുത്ത ആൾക്കാർക്ക് മാർക്ലൻസ് സ്കൂൾ ഓഫ് ഫാഷനിൽ ചേരാം എന്നൊക്കെ. സോ വാട്ട് അബൌട്ട് 12th കഴിഞ്ഞ ആൾക്കാർ, അല്ലെങ്കിൽ 12th മേ ബി ഫെയിലായ ആൾക്കാർ, അല്ലെങ്കിൽ കോളേജ് പകുതി വഴി വെച്ച് ഡ്രോപ്പ് ഔട്ട് ചെയ്ത ആൾക്കാർക്ക് ഇവർക്കും കൂടെ വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണോ? പിന്നെ ഫാഷനിൽ കുട്ടികളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ? കുറേ ഇപ്പോൾ ഞാൻ പഠിച്ച കോഴ്സാണെങ്കിലും മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലിറ്ററേച്ചർ പോലെയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്കൊരു 5-6 കരിയർ ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് ഐ എം സോ കൺഫ്യൂസ്ഡ് ആസ് ടു വിച്ച് വൺ ടു ചൂസ്. അപ്പോൾ അങ്ങനെ കൺഫ്യൂസ് ആയിട്ടുള്ള ഫാഷൻ ഇൻഡസ്ട്രിയിൽ ചേരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എങ്ങനെയായിരിക്കും മാർക്ലൻസ് സ്കൂൾ ഓഫ് ഫാഷൻ ഒരു സൊല്യൂഷൻ കൊടുക്കുക? Hi, how are you? I'm good. Hi, how are you? I'm good, thank you. Okay, so coming to my first question. I went through your portfolio and I must admit it's quite impressive. Thank you so much. Of course. So you've traveled to various countries representing your own brand. So can you tell me what that was like and what took you there? So actually, I travel a lot of countries not representing my brand. Okay. It was like a lot of projects and things like that. Okay. So maybe I can start with my childhood days. How I was into the fashion, right? Yes, please. What that could be the right. you? Yeah, for sure. Exactly. അപ്പോൾ എനിക്ക് my mom used to be a textile designer. Okay. അവിടെ നിന്നാണ് ഇറ്റ്സ് മൈ ഇൻസ്പിറേഷൻ ജസ്റ്റ് കമ്മിങ് ഫ്രം. സോ വെൻ ഐ വാസ് വെരി സ്മോൾ, മേ ബി 5 years ആ സമയത്തൊക്കെ മൈ മദർ യൂസ് ടു പെയിൻറ്റ്. എൻ്റെ ചെറിയ ഫ്രോക്സിൽ, കോട്ടൺ ഫ്രോക്സിലൊക്കെ പെയിൻറ്റ് ചെയ്ത് തരും. മേ ബി മൈ ഫേവറേറ്റ് ബണി, അങ്ങനത്തെ സാധനങ്ങൾ. സോ ഐ യൂസ് ടു റിയലി ലവ് ദാറ്റ്. കറക്റ്റ്, everybody is wearing a normal dress, but I will have something like little extra. Maybe a little frill extra, or maybe a pop of color or an embroidery. അവിടെ നിന്നാണ് I got inspired to be a fashion designer. That is where it started. And then after 12th, I didn't think about anything. It was just straight away fashion. Nice. അപ്പോൾ ഒരു 12th പഠിക്കുമ്പോൾ when you have to choose your second language, I want to go to Paris. I used to think that Paris is the fashion capital. Right. Okay, then I started French. Okay. But later on I came to know that Milan is the fashion capital. Right. Of course I went there. I studied. I worked for a lot of brands. Right. And then finally, back in India. Amazing. Okay. So you said 12th കഴിഞ്ഞപ്പോൾ മനസ്സിൽ ഒറ്റൊരു കാര്യം മാത്രമേ ഉണ്ടായുള്ളൂ, ഫാഷൻ. അപ്പോൾ അന്നത്തെ കാലത്തും എങ്ങനെയായിരുന്നു? നമുക്ക് കുറെ അറിവുണ്ടായിരുന്നു? Because honestly, even now, I'm not really aware of fashion and where to go and all of that. So how did you research and come to that point? ഞാൻ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഡിസൈനിങ് ആണ് വേണ്ടത്. സോ ആ സമയത്ത് 20 years ബാക്ക് ആണ്. ആ സമയത്ത് ഫാഷൻ ടി വി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വി നെവർ യൂസ് ടു ഹാവ് ഓൾ ദീസ് യൂട്യൂബ് തിങ്സ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഫാഷൻ ടി വിയിൽ വി യൂസ് ടു സീ ഡിഫറെൻറ്റ് കളേഴ്സ് ആൻഡ് പ്രിൻറ്റ്സ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡെഫിനറ്റ്ലി ഐ എം ഗോയിങ് ഫോർ ദിസ്. സോ എനിക്ക് പണ്ടേ ഇഷ്ടമുള്ള ഫീൽഡ് ആയതുകൊണ്ട് തന്നെ എൻ്റെ റിലേറ്റീവ്സും അങ്ങനെ എല്ലാവർക്കും അറിയായിരുന്നു. സോ വൺ ഫൈൻ ഡേ വൺ ഓഫ് അവർ റിലേറ്റീവ്
ഒരു പേപ്പർ കട്ടിങ്, ആ സമയത്ത് പേപ്പർ കട്ടിങ് ആണോ ഉള്ളത്, പേപ്പർ കട്ടിങ്ങിൽ അയച്ചു തന്നു ലൈക്ക് BSc കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാനപ്പോൾ അപ്ലൈ ചെയ്തു. ഇറ്റ് വാസ് ലൈക്ക് ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ദെൻ ഐ ഹാഡ് എൻ ഇൻ്റർവ്യൂ. ലക്കിലി ഐ ഗോട്ട് ഇറ്റ്. ഇറ്റ് വാസ് ലൈക്ക് 28 സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. ദെൻ ലക്കിലി ലൈക്ക് ഐ ഗോട്ട് സെലക്ടഡ് ആൻഡ് ദാറ്റ് ഈസ് ഹൗ മൈ ജേർണി ടുവേർഡ്സ് ടു ബിക്കം എ ഫാഷൻ ഡിസൈനർ. Amazing. Okay, so you're a fashion designer, but you also do a lot of other things on the side, right? Exactly. Like you're a brand strategist. Can you tell me more about that? Yeah, definitely I'll do that. സോ ഞങ്ങൾ പഠിച്ച ഗവൺമെൻറ് കോളേജാണ്. അവിടെ ഫാഷൻ ഡിസൈനിങ്ങിൽ ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. നൗ ഇപ്പോൾ നല്ല കോളേജാണ് അത്, ബട്ട് ആ സമയത്ത് വി വർ ദ ഫസ്റ്റ് ബാച്ച്. So we are the batches like was to really struggle a lot to come up with everything. So അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ സ്വന്തമായിട്ട് എക്സിബിഷൻസ് ചെയ്തു തുടങ്ങി. Okay, and we conducted fashion shows. അപ്പോൾ കേരളത്തിൽ തന്നെ ഫസ്റ്റ് ഫാഷൻ ഷോ. We used to go and look for our own sponsors for our fashion show. I think, I'm not very sure recordically, but നമ്മുടെ ഷോ ആയിരുന്നു ഫസ്റ്റ് നമ്മുടെ ഷോ ആയിരുന്നു ഫസ്റ്റ് ഏഷ്യാനെറ്റ് ലോഞ്ച് ചെയ്ത സ്റ്റുഡൻറ് ഫാഷൻ ഷോ. അപ്പോൾ ദാറ്റ് വാസ് എൻ അമേസിങ് എക്സ്പീരിയൻസ് ഫോർ അസ്. സോ അവിടെ നിന്നാണ് ബേസിക് ബിസിനസ് പഠിച്ചത്. പിന്നെ ഡിഗ്രി കഴിഞ്ഞപ്പം ഐ റിയലി വാണ്ടഡ് ടു വർക്ക്. എനിക്ക് ഡയറക്റ്റ്ലി ഒരു PG ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഡിഗ്രി BSc ഫാഷൻ ആണ്. ഡിഗ്രി BSc ഇൻ ഫാഷൻ ടെക്നോളജി ആയിരുന്നു. പക്ഷെ ആദ്യത്തെ കോഴ്സ് ആയതുകൊണ്ട് തന്നെ വി സ്റ്റാർട്ടഡ് എ ലോട്ട് ലിറ്ററലി. നമ്മൾ അപ്പാരൽ മെഷീനറി പഠിച്ചു, ടെക്സ്റ്റൈൽ ടെസ്റ്റിംഗ് പഠിച്ചു, ഓൾ ദീസ് MSc ഡിസൈനിങ്ങിന്റെ സിലബസ് ഞങ്ങൾ പഠിച്ചു. പക്ഷെ ആ സമയത്ത് വി യൂസ് ടു റിയലി ഹേറ്റ് ഇത്രയും പഠിക്കണമല്ലോ. ബട്ട് നൗ ഐ എം ടെല്ലിങ് യു ഇറ്റ് റിയലി ഹെൽപ്ഡ് മീ ഇൻ ബിൽഡിംഗ് മൈ കരിയർ ആസ് എ ഡിസൈനർ. Okay. So wait, that brings me to my next question. ഈ ഫാഷൻ ഡിസൈനിങ് BSc ഫാഷൻ ടെക്നോളജി പഠിച്ച ആൾക്കാർക്ക് മാത്രമാണോ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ പറ്റുക, അല്ലെങ്കിൽ വേറെ ഫീൽഡിൽ ആൾക്കാർക്കും വരാൻ പറ്റുമോ? ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന വലിയ വലിയ ഡിസൈനേഴ്സ് ഒരുപാട് പേര് പഠിക്കാത്ത ഒരുപാട് പേരുണ്ട്. അവർ ദേ ഹാവ് എ കൈൻഡ് ഓഫ് ക്രിയേറ്റിവിറ്റി ഈസ് എ ബേസിക് എലമെന്റ് ഫോർ ദറ്റ്. നമുക്ക് നല്ലൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ ആൻഡ് ഫൈനൽ പ്രൊഡക്ഷൻ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്താൽ അതെങ്ങനെ നമുക്ക് കാണാൻ പറ്റും, വിഷ്വലൈസ് ചെയ്ത് കാണാൻ പറ്റും, അതാണ് ഇമ്പോർട്ടൻറ്റ്. ചില സമയത്ത് എത്ര നമ്മൾ പഠിച്ച് തിയോറിറ്റിക്കൽ നോളജ് ഉണ്ടെങ്കിലും നല്ലൊരു ഡിസൈനർ ആവാൻ ചിലപ്പോൾ പറ്റില്ലായിരിക്കും. So this is a very important thing to be a designer. So basically you're saying the educational background as well as creativity will go hand in hand. Okay. So ഞാനീ നമ്മൾ ഈ ഫാഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലിപ്പോൾ 2008 റിലീസായ ഫാഷൻ മൂവി അതിനെ കുറിച്ചാണ്. And you know how that was a game changer. Everyone had their own version of fashion industry and all of that. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് വീട്ടിലൊക്കെ ഇങ്ങനെ സംസാരങ്ങളുണ്ട്. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന് she wanted to be a fashion designer and she wanted to go to Mumbai and all of that. And then her parents were dead against it. Patilla, because they have all these preconceived notion about the fashion industry. So അങ്ങനത്തെ ഒരു aspiring fashion designer for their parents as well, what would you say? I would really say that go for your passion. Karanam as a person, I struggled a lot to be in this industry. As you said earlier, ഈ ഒരു സമയത്ത് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ആകെ നിഫ്റ്റ് ഉണ്ട്, പിന്നെ NAD ഉണ്ട്. ഇത് മാത്രമേ ഉള്ളൂ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട്. സോ വി ഡിഡ്ന്റ് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് എ ബേസ് വെയർസ് ഇൻ വി ക്യാൻ ഗോ ഫോർ അതർ കോളേജസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. നമ്മളിത് പഠിച്ചു കഴിഞ്ഞിട്ട് വി ഡയറക്ട്ലി ഐ സ്റ്റാർട്ടഡ് മൈ കരിയർ വിത്ത് എക്സ്പോർട്ട് ഹൗസസ്. അങ്ങനെയാണ് തുടങ്ങിയത് ആസ് എ റിയൽ കരിയർ എന്ന് പറയാം. അതിന് മുമ്പ് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് വൺസ് ബിഫോർ ഫിനിഷിംഗ് മൈ degree, I mean before getting the real degree certificate, ഇവിടെ NIFT എന്ന് പറഞ്ഞിട്ടൊരു പനമ്പള്ളി നഗറിൽ ഉണ്ട്, ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടായിരുന്നു. അവിടെ ആദ്യമായിട്ട് ടീച്ചറായിട്ടാണ് ഞാൻ പോയത്. ഫാഷൻ പഠിപ്പിക്കുന്ന ടീച്ചർ. ഓക്കെ, ബിഫോർ ഈവൻ ഗെറ്റിംഗ് മൈ ഡിഗ്രി. അവിടെ ചെന്നപ്പോഴാണ് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് I have no idea about fashion. Okay, so that is sometimes you understand like where you stand. അത് എനിക്കൊരു ഷോക്കായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായില്ല I need to study a lot of garment construction, pattern making. അങ്ങനെ അപ്പം ഞാനിങ്ങനെ സെർച്ച് ചെയ്യുമായിരുന്നു എവിടെ നമുക്ക് വർക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പോഴാണ് ഇവിടെ ഇപ്പം നിങ്ങൾക്ക് അറിയാം ANJ Couture, ഇറ്റ് ഇസ് ലൈക്ക് പാരീസ് ടൈലറിങ്, ഇപ്പം നമ്മുടെ കൊച്ചി വൈറ്റ്ലയിലുള്ള. അപ്പം ഞാൻ അവിടെയാണ് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തത്. അപ്പം അവിടുത്തെ അനിൽ സാറ് ജമാൽ സാറ് രണ്ടുപേരും, അപ്പോൾ അനിൽ സാർ എന്ന് വേണമെങ്കിൽ പറയാം, എന്നെ ബേസിക്സ് ഓഫ് ഡിസൈനിങ് പഠിപ്പിച്ചത്. അതായത് ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യാൻ, സ്റ്റിച്ച് ചെയ്യാൻ, വെറെവർ ഐ ഗോ എനിക്ക് ഞാൻ പറയാനുള്ള 2 പേരാണ്. അവരെന്നെ റിയലി ഹെൽപ്പ് ചെയ്തു. ആൻഡ് അനിൽ സർ ഇസ് ദ പേഴ്സൺ ഹു പുഷ്ഡ് മീ ആൻഡ് ഹി സെഡ് യു ഷുഡ് നോട്ട് ബി ഇൻ കേരള.
You should go somewhere and then you should have your career അങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ. അപ്പോൾ I thought okay fine, I'll go to Bangalore because ഇവിടെ അടുത്ത് ബാംഗ്ലൂർ ആണ് and it was very easy to convince parents to go to Bangalore instead of so അങ്ങനെ ബാംഗ്ലൂർ പോയി and then I tried for jobs and things like that. But luckily I got into a very good designer. I don't know whether you have heard of Manoj Khosla. നമ്മുടെ കിങ്ഫിഷർ എയർലൈൻസിന്റെ യൂണിഫോം എല്ലാവർക്കും ഓർമ്മയുണ്ടോ? അപ്പൊ മനുരാജ് ഖോസ്ലയാണ് നമ്മളാണ് അതൊക്കെ ഡിസൈൻ ചെയ്തത്. അപ്പം മൈ ഓഫീസ് വാസ് അമേസിങ്. ഇറ്റ് വാസ് ഇൻ ലീല പാലസ്. അവിടെയാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. പക്ഷേ വാട്ട് ഹാപ്പൻഡ് വാസ് ഇറ്റ് ഈസ് ലൈക്ക് നോ വർക്ക്. I get good money, പക്ഷെ അത്ര പണിയൊന്നുമില്ല. ജസ്റ്റ് കമ്മിങ് there, simple designing. And we have an amazing studio there. They will develop everything. കുറച്ച് കഴിഞ്ഞപ്പം ബോറടിച്ചു. ചാലഞ്ചിങ് അല്ലാണ്ട്. Exactly. So then I just went to this Manoj Khosla boutique. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് there is nothing much I know about designing also. So it was all about learning. So then I started my journey with export houses. It was like a battle actually. Export houses nu vechenya ariyama, what is export houses? I have a basic idea, but I assume you have to start from scratch. With everything. Exactly. Ipo whatever you're wearing, the t-shirt and things like that, export houses lana nammal adu manufacture ചെയ്യുന്ന knitted t-shirts ഒക്കെ. അങ്ങനെയുള്ള ഒരു എക്സ്പോർട്ട് ഹൗസ് ഉണ്ട് ബാംഗ്ലൂരിൽ, യലഹങ്കയിൽ, ഗോഗോ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട്. അവിടെ I handled a lot of brands. അവിടെ നിന്നാണ് that is where I'm getting my real base of designing and garment section and everything. Right. Okay, wow. That's a lot. Yeah. Okay, അപ്പോൾ അങ്ങനെയാണ് ഗാർമെന്റ് ഡിസൈനിങ് തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ്, how did what's your career trajectory like? Because from designing I think you went to brand strategy and a lot of things. So can you like bridge the gap for me? Definitely. So avada chendappo garment construction cheyidappo evening we do export, right? Garment construction ന്റെ വണ്ടി വന്നിട്ട് there will be a big truck which is coming for the shipment. Appo then I understand that okay fine, all these garments are going abroad. So then I had a wish that I want to do that. I want to have my own export house nalla oru, I want to be an entrepreneur nalla oru feel. That was the first thing coming to my mind. Then I thought okay, when I need to understand the export documentation. Then I did my MBA, master's MBA in international business. So I studied all that, and after that I know that starting an export house is a huge investment that time for me. So I started with buying offices. So buying office is a bridge between the export house and your client. Right. So at the age of I think 27, I started my own export house. That's amazing. So I was actually like that buying office was helping products to, I was doing it for Europe and UK also. I had some clients. So that is how I started. Then I understood that I always have the curiosity to learn. I really like to learn about subject. So avada that part is over. Next thing is what I wanted to learn about textiles. Right. So I was very lucky enough that I could join as a designer and a merchandiser in Universal Textile Mills. അത് ഇന്ത്യയിൽ തന്നെ ഒരു 5 the biggest textile millsലുള്ള മില്ലാണ്. So then I started working in a textile mill and also Eastern Silks പറഞ്ഞിട്ട് I have worked in both these companies. Amazing. And I have handled a lot of international clients and I started traveling internationally for all the meetings, and that is how I traveled a lot. I started traveling out of India and I had that kind of experience. That is one post. And next is what I came into the technical garment designing. So then that's already like 3. It is all the same, but the only thing is that we're just upgrading ourselves into one and the other fields, So the thing is that അങ്ങനെയാണ് Adidas work ചെയ്യാൻ പറ്റിയത്. It was a very competitive field ആണ്. So there was a problem Adidas join ചെയ്യുമ്പോൾ അവരുടെ entrance we have all the test and everything. ജോലിക്ക് കയറാനായിട്ട് എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട് അവിടെ. ഒരു 3-4 റൗണ്ട് ഓഫ് 5 റൗണ്ട് ആയിരുന്നു. ഞാൻ രാവിലെ I still remember രാവിലെ 9 മണിക്ക് പോയിട്ട് ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് വിതൗട്ട് ഈവൻ ഈറ്റിംഗ് എനിത്തിങ് ഞാൻ പുറത്ത് വരുന്നത് 5 മണിയായപ്പോഴാണ്. പക്ഷെ അവർ വന്നപ്പോൾ പറഞ്ഞു ലൈക്ക് നിഫ്റ്റ് ആൻഡ് NID സ്റ്റുഡൻസിനെ മാത്രമേ അന്ന് എടുക്കത്തുള്ളൂ. സോ ദേ സെഡ് യു കാൻ റൈറ്റ്. അപ്പോൾ പക്ഷേ ഞാൻ പറഞ്ഞു പ്ലീസ് ലെറ്റ് മീ ജസ്റ്റ് റൈറ്റ് ദ എക്സാം. ആൻഡ് ദെൻ ദേ സെഡ് എന്തായാലും കിട്ടില്ല ബിക്കോസ് യു ഡോണ്ട് ഹാവ് ദ ടെക്നിക്കൽ നോ ഹൗ.
But luckily I got it. I was only one person selected. I can say that. Amazing. Oh my God. That's an amazing feat. I was very I felt really bad that NIFT എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. ബട്ട് ലേറ്റർ ഓൺ ബൈ ഗോഡ്സ് ഗ്രേസ് നിഫ്റ്റിൽ ഇപ്പോൾ എനിക്ക് ഗസ്റ്റ് ആയിട്ട് പോകാൻ പറ്റി. സോ ദാറ്റ് ഇസ് കൈൻഡ് ഓഫ് എ സ്വീറ്റ് തിങ് ഫോർ മീ. കിട്ടിയില്ല, ബട്ട് നൗ ഐ ആം എ ടീച്ചർ. Yeah, the thing is I didn't even try for NIFT though. പക്ഷേ എപ്പോഴും അങ്ങനെ ഒരു ഹിൻഡ്രൻസ് ആ ടൈമിലുണ്ടായിരുന്നു. നിഫ്റ്റോ NIDO ഇല്ലാതെ ടെക്നിക്കൽ ഗാർമെന്റ് ഡിസൈനിങ്ങിൽ വരാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഐ വർക്ക്ഡ് എ ലോട്ട്. ഇപ്പോൾ അഡിഡാസിലൊക്കെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ക്ലൈമാലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ലോഗോ അറിയാമോ? അതായത് നമ്മുടെ ഗാർമെന്റ്സ് വിച്ച് വോണ്ട് കോട്ട് ഫയർ, ക്യാച്ച് ഫയർ, ദ ഗാർമെന്റ്സ് വോണ്ട് ക്യാച്ച് ഫയർ, അങ്ങനെ അതായത് നമ്മൾ എത്ര തീ പിടിക്കാത്ത ഗാർമെന്റ്സ്, അങ്ങനത്തെ ഗാർമെന്റ്സ്, അങ്ങനെ ടെക്നിക്കൽ ഡിസൈനിങ്ങിൽ I worked a lot with Adidas. Okay. What is it called again? It's a Climalite logo. നമ്മൾ എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതൊരു പെർഫോമൻസിന്റെ ആണ്. ഇപ്പൊ നൈക്കിയുടെ ഒക്കെ കണ്ടിട്ടില്ലേ, ഡ്രൈ ഫിറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ അതുപോലത്തെ തന്നെയാണ്. ഇറ്റ് ഇസ് ലൈക്ക് Adidas. So that is when the journey started. Amazing journey. So I'm just curious, since you've worked in a lot of countries, ഇന്ത്യയിലും വർക്ക് ചെയ്തിട്ടുണ്ട്, പുറത്തും വർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആ ഒരു എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ ഈ ഫാഷൻ ഇൻഡസ്ട്രിയിൽ? Definitely, a lot. India, it is more like a manual labor kind of a work. More പുറത്ത് കൂടുതലും ക്രിയേറ്റീവ് ആണ്, ക്രിയേറ്റീവ് വർക്ക് ആണ് കൂടുതലും നമുക്കുള്ളത്. So there is like more exciting projects and things like that. But now our India is changing. Okay. And now a lot of opportunities are coming, and a lot of brands are, for example, we know Sabyasachi is like going there, and you know, Anida Dongre, then Ritu Kumar is the first person to start a boutique, and you know, we are actually having our own mark there. Oh yeah. I know that a lot of students from Kerala also, like, you know, coming that stage. Right. Maybe. Okay. That is Okay, that's nice. So coming back to your childhood dream, you were talking about how മിലാനിലാണ് എത്തിപ്പെടേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എത്തിപ്പെടുക മാത്രമല്ല, you also won a prestigious award. So can you tell me more about it? Because it sounds really interesting. Okay, thank you for asking that. Actually മിലാൻ അല്ല, ഞാൻ പാരീസ് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഫ്രഞ്ച് പഠിച്ചത്. അത് ശരിയാണ്. പക്ഷേ ഞാൻ എത്തിയത് മിലാനിലായിരുന്നു. ബിക്കോസ് മിലാൻ വാസ് എ ഫാഷൻ ക്യാപിറ്റൽ. ഞാനപ്പം ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സെയിം റിപ്പറ്റേറ്റീവ് ജോബ് ആകുമ്പോൾ വി ഗെറ്റ് ബോർഡ്, റൈറ്റ്? സോ എനിക്കിപ്പം ഓൾറെഡി എൻ്റെ ഫ്രണ്ട്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ഓരോ സബ്ജക്റ്റ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നതെന്ന്. അതായത് ഞങ്ങൾക്ക് നമ്മുടെ തിയറി പാർട്ടിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു ടെക്സ്റ്റൈൽസ് ഉണ്ട്, ടെക്സ്റ്റൈൽ മിൽസിൽ വർക്ക് ചെയ്തു, മെർച്ചൻഡൈസിംഗ് ഉണ്ട്, മെർച്ചൻഡൈസിംഗിൽ വർക്ക് ചെയ്തു, ആൻഡ് നെക്സ്റ്റ് വാസ് ഐ വോണ്ടഡ് ടു ഡു സ്റ്റൈലിംഗ് ബിക്കോസ് ഐ വോണ്ട് ലൈക്ക് യു നോ ടു ഡു ലോട്ട് ഓഫ് തിങ്സ്. അപ്പോൾ ഞാൻ മിലാനിൽ ഫാഷൻ സ്റ്റൈലിങ്ങിൻ്റെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അത് വോഗ് ഇറ്റാലിയ നടത്തുന്ന ഒരു കോമ്പറ്റീഷനാണ്. അപ്പോൾ ഐ ജസ്റ്റ് അപ്ലൈഡ് ഫോർ ദാറ്റ്. അപ്പം അപ്ലൈ ചെയ്തപ്പം അവർ ആദ്യം ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ വന്നു, യു ആർ സെലക്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വെൻ ഐ ടോൾഡ് എവറിബഡി, എല്ലാവരും പറയണ വോഗ് ഇറ്റാലിയ ഹണ്ട് വിന്നർ ഒന്നും ആവാൻ ചാൻസ് ഇല്ല, ഇറ്റ്സ് എ ഫേക്ക് തിങ് ആൻഡ് ഓൾ. അപ്പോൾ ഐ സെഡ് യു നോ, പൈസ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ലല്ലോ, അപ്പോൾ ഐ തിങ്ക് ദാറ്റ് അത് ജെന്യുവൻ ആയിരിക്കാം എന്ന്. പിന്നെ അവിടെ നിന്ന് ഒരു ചെറിയൊരു ഒരു ഗിഫ്റ്റിൻ്റെ ഒരു പാക്കറ്റ് വന്നു. ദെൻ ഐ കെയിം ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ മിസ്ഡ് ദ ഓപ്പർച്യൂണിറ്റി. Okay, so I couldn't get it. But then I know how to crack that algorithm, right? Then I tried the next time. And luckily I got to be the Vogue Italia Talent winner. Congratulations. So thank you so much. But congratulations. Thank you so much. So അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. Then അവിടെ പോയിട്ട് കുറെ കമ്പനീസുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. അതുപോലെ ഫാഷൻ വീക്ക് മിലാനോ, അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ചെറുപ്പത്തിൽ ഫാഷൻ ടി വി ഇരുന്ന് കാണുമ്പോൾ I never thought that we can be in that. So I associated with lot of designers there. അവിടെ ഫാഷൻ റാമ്പ്, അവിടെ ആ ഒരു ഒറിജിനൽ റാമ്പ് കാണുമ്പോൾ you know that wow feeling, finally you are here, right? So I've been there. അങ്ങനെ പറ്റി ഞാൻ കുറെ ബ്രാൻഡ്സുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. And also I said, right, എനിക്ക് അപ്പോഴേക്കും ഒരു എക്സ്പോർട്ട് ഹൗസ് ഉണ്ടായിരുന്നു, ബൈയിങ് ഓഫീസ്. സോ പിന്നെ ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്ത എക്സ്പോർട്ട് ഓഫീസിൻ്റെ ഒക്കെ I had a lot of connects. So work was also happening. I was studying masters in styling. അപ്പം അങ്ങനെ പഠിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് റീസെൻ്റ്ലി I did my image consulting degree. ഞാൻ ലൈഫ് ലോങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും I am doing a course in soft skills. So I love to study. I don't have any doctorate. Right. ആൾക്കാരങ്ങനെ പറഞ്ഞു കേട്ടുള്ള കാര്യമല്ല I love to study എന്നുള്ളത്. I mean, it's a curiosity, right? So അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. Right. Okay. So it's going on. Amazing. Well, good luck on that journey. Thank you so much. പക്ഷെ ഇപ്പോൾ ഈ മിലാനിൽ എത്തുന്ന കാര്യം പറഞ്ഞല്ലോ, so you always wanted to get there. Exactly. So
I just want to like tap into your brain and just find out what exactly did you feel. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഓക്കെ ഞാൻ അക്കോംപ്ലിഷ് ചെയ്തു എന്നാണോ ആലോചിച്ചത്, അല്ലെങ്കിൽ ഓ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പ്ലാൻ ചെയ്യുമായിരുന്നോ? ദാറ്റ് ഈസ് ആക്ച്വലി ഒരു നല്ല ക്വസ്റ്റ്യൻ. എന്താ അറിയാമോ, അവിടെ എത്തുന്നവരെ ഓ മൈ ഗോഡ് ഐ വോണ്ട് ടു ഗെറ്റ് ദേർ, ആൻഡ് അവിടെ ചെന്ന് കഴിഞ്ഞ് ദെൻ വർക്ക് സ്റ്റാർട്ടഡ്, നോ യു ഡോണ്ട് ഫീൽ എനിത്തിങ്. I mean, it's all work, it's all normal, and everything is normal there, right? So adu kazhinjappo then you have to set another goal, right? Yeah. So every time it is like, changing your goal and doing the goal setting. പിന്നെ ഐ ലവ് ടു ട്രാവൽ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ട്രാവൽ ചെയ്തു അവിടെ ആയിരുന്നപ്പം. ആ സമയത്ത് എൻ്റെ മോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇറ്റ് വാസ് വേറെ അധികം ചിന്തിക്കാൻ പറ്റിയില്ല, കാരണം മോൾക്ക് അപ്പൊ 4 വയസ്സുണ്ടായിരുന്നുള്ളൂ. അപ്പൊ മോളെ വെച്ചിട്ട് പഠിക്കാൻ പോകുന്നതും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഐ വാസ് റിയലി ബിസി with all that. Okay, amazing. Okay, so I'd like to jump to the next point, which is difference between Indian industry and the industry abroad, maybe specifically Europe. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ യൂറോപ്പിലുള്ള ആൾക്കാർ കൂടുതൽ ക്രിയേറ്റീവ് സ്പേസ് ആണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഗ്ലോബൽ ബ്രാൻഡ്സ് എന്തായിരിക്കും ഡിസൈനേഴ്സ് നിന്ന് എക്സ്പെക്ട് ചെയ്യാറ് പുറത്ത് വേഴ്സസ് ഇന്ത്യ? യെസ് ഇപ്പം നമ്മൾ ഇന്ത്യയിലെ സിനാരിയോ ഓക്കെ ഫൈൻ, ഇറ്റ്സ് എ വൈഡ് തിങ്. വി ഹാവ് ഐ തിങ്ക് വി ക്യാൻ ഡു വൺ എപ്പിസോഡ് വിത്ത് ദാറ്റ്. ബട്ട് കുറച്ചും കൂടി ഇതായിട്ട് ഞാൻ കേരളത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബിക്കോസ് ദാറ്റ് ഇസ് വെയർ വി ആർ റൈറ്റ് നൗ. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മളൊരു ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയാലും ഇപ്പോഴും ആൾക്കാരുടെ ഒരു മനസ്സിലെ ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാഷൻ ഡിസൈനിങ്ങിൽ ഓക്കെ നീ പഠിക്കുന്നു, ഫാഷൻ ഡിസൈനർ ആവുന്നു, ദെയർ എൻഡ്സ് എവറിത്തിങ്. ഓക്കെ, ഇപ്പൊ പുതിയതായിട്ട് ഇപ്പൊ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുവാണെങ്കിൽ ഫാഷൻ സ്റ്റൈലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്പണിംഗ് കൂടി വന്നിട്ടുണ്ട്, ഒരു പൊസിഷനും കൂടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ആഡ് ഡിസൈനർ, ഓക്കെ, ആഡും സ്റ്റൈലിസ്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ മൂവിയിലെ ഡിസൈനിങ്, ഈ ഒരു 3 മേഖലയാണ് ഇപ്പോഴും ഫാഷനിലെ എല്ലാവർക്കും അറിയുന്നത്. പക്ഷേ there are a lot of opportunities in fashion. Okay, yes, creativity is a very important thing to tap into all these things. നമ്മുടെ എല്ലാവരും നമ്മളെ കേരള മാർക്കറ്റിലെ ഏറ്റവും വലിയൊരു പ്രശ്നം അത് എനിക്ക് അറിയില്ല. ഐ എം റിയലി ടെലിംഗ് യു ദാറ്റ് ബിക്കോസ് എനിക്ക് സ്വന്തമായിട്ട് കമ്പനി ഉണ്ട്. അപ്പം നമ്മളെപ്പോഴും ഡിസൈനേഴ്സിനെ നമ്മൾ ഓൺബോർഡ് ചെയ്യുമ്പോൾ ടെക്നിക്കലി ദേ ആർ നോളജ് ഭയങ്കര കൂടുതലാണ്. പക്ഷെ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ വർക്ക് ചെയ്യാൻ വരുമ്പം ദേ ഡോണ്ട് ഹാവ് എനി പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. നമ്മൾ ഇന്ത്യൻസ് എല്ലാവരും ഏറ്റവും വലിയ പ്രശ്നം ഡിഗ്രി കോഴ്സുകൾ പഠിച്ച് ഡിഗ്രി എടുത്തില്ലെങ്കിൽ എന്നല്ല. ഇത് മാറി വരുന്നുണ്ട്, ഇപ്പോൾ വളരെയധികം മാറി വരുന്നുണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ ഒരുപാട് ചേഞ്ച് ഉണ്ട്. പക്ഷെ ആ ഒരു സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഏരിയ ഭയങ്കര ലോ ആണ്. അതൊരു പ്രശ്നമാണ്. അപ്പം കമ്മിങ് ബാക്ക് ടു ദ ഫാഷൻ റൂൾസ് ആൻഡ് ഗോൾസ്, നമുക്ക് വിഷ്വൽ മെർച്ചൻഡൈസിങ് ഉണ്ട്, വിഷ്വൽ മെർച്ചൻഡൈസർ ആവാം. അതുപോലെ തന്നെ നമുക്ക് ഫാഷൻ ഇല്ലുസ്ട്രേറ്റർ ആവാം. പിന്നെ അതുപോലെ ഗാർമെന്റ് ടെക്നോളജി, ഗാർമെന്റ് എഞ്ചിനീയർ, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ എഞ്ചിനീയർ, അങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ്. ഇപ്പം ഞാനിപ്പം വർക്ക് ചെയ്യുന്നത് ഞാൻ കുറേ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടും പിന്നെ അതുപോലെ തന്നെ പുറത്തുള്ള ഒരുപാട് ബ്രാൻഡ്സ്, പുതിയ ബ്രാൻഡ്സ് ലോഞ്ച് ചെയ്യുമ്പോൾ അവരുടെ ഒരു ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ് ഒക്കെ ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഐ റിയലി ലവ് ദോസ് ചാലഞ്ചസ്. വൺ ന്യൂ ബ്രാൻഡ് ഇസ് കമ്മിങ് ടു ദ മാർക്കറ്റ്, എങ്ങനെയായിരിക്കണം, വാട്ട് വുഡ് ബി ദ ഫേസ് ഓഫ് ദ ബ്രാൻഡ്, ആൻഡ് ഫാഷൻ റിലേറ്റഡ് ആയിട്ട് നോട്ട് കംപ്ലീറ്റ്ലി ഇൻ ടു ദ ബ്രാൻഡിങ്, പക്ഷേ ഒരു ഫാഷൻ ഫേസ് എങ്ങനെയായിരിക്കണം വേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിന് ഒരുപാട് കോഴ്സുകൾ ഇപ്പം ഉണ്ട്. ആൻഡ് ഇപ്പം കൂടുതലും പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ്. ബിക്കോസ് അൺലെസ് അതർവൈസ് യു കം ടു ദ മാർക്കറ്റ്, ഒരു ബിസിനസ് സൈഡിലേക്ക് വരാതെ നമ്മൾ എത്ര ടെക്നിക്കൽ പഠിച്ചാലും യു വോണ്ട് ബി ഏബിൾ ടു റീച്ച് വെയർ യു റിയലി വോണ്ട് ടു ബി. അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്. സോ ഓക്കെ ഗോട്ട് ഇറ്റ്. ഓക്കെ, അപ്പോൾ my next question related to that is ഇപ്പോൾ നമ്മൾ സാധാരണ ഡിഗ്രീസ് ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ എൻ്റെ ഫീൽഡിലൊക്കെയാണെങ്കിൽ നമ്മൾ പഠിക്കുന്നു, തിയറി പഠിക്കുന്നു, പ്രാക്ടിക്കൽ നോളജിൽ ഇന്റേൺഷിപ്പിന് പോകുന്നു, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ജോബിന് പോകുന്നു, പിന്നെ പ്രൊമോഷൻ, അടുത്ത പഠിക്കുന്നു. ആ ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ ഫാഷൻ ഇൻഡസ്ട്രിയിൽ അങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആൾക്കാർക്ക്? ബേസിക്സ് നമ്മൾ എപ്പോഴും പഠിക്കണം. നമുക്കിപ്പോൾ നമ്മുടെ ഒരു ഫാഷൻ ഡിസൈനറുടെ ബേസിക് എന്ന് പറഞ്ഞ ഒരു എലിമെന്റ്സ് ഓഫ് ഡിസൈൻ, പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ, അങ്ങനെ ഒരു ബേസിക്സ് ഉണ്ട്. പിന്നെ അതുപോലെ ബേസിക് ഗാർമെന്റ് കൺസ്ട്രക്ഷൻ, അതുപോലെ അവയർനെസ് ഓഫ് ടെക്സ്റ്റൈൽസ്. ഇപ്പോൾ ഏത് ഗാർമെന്റ് കണ്ടാൽ എന്താണെന്ന് മനസ്സിലാവണം, ഏത് ടെക്സ്റ്റൈൽ കണ്ടാൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇതൊക്കെ ബേസിക്സ് ആണ്. പക്ഷെ അത് കൂടാതെ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഇൻഡസ്ട്രി, ആ ഒരു നോളജ് ഭയങ്കര ഒരു ഗ്യാപ്പ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോഴും ഫാഷൻ ബുക്സ് ഫോളോ ചെയ്യുന്ന 20 years ബാക്കാണ്. ഞാൻ പഠിച്ച അതേ ബുക്കാണ് ഇപ്പം മിക്കവാറും എല്ലായിടത്തും ഫോളോ ചെയ്യുന്നത്. അതാകുമ്പോഴുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ നോട്ട് അവെയർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ്.
Right. Correct? There are a lot of new textiles are coming. Right? Every company is coming up with a new textile brand. Okay, that fine fabrics and bio regenerated fibers and things like that. അപ്പം നമ്മുടെ ഇവിടെ നിന്ന് വരുന്ന സ്റ്റുഡൻസിന് എസ്പെഷ്യലി ഇന്ത്യയിൽ നിന്ന് ഞാൻ കുറച്ച് ഇന്ത്യൻ കോളേജസിന് ട്രെയിനറായിട്ട് പോകുന്നുണ്ട്, ലൈക്ക് അഡ്വൈസറായിട്ട് പോയിട്ടുണ്ട്. അപ്പം people are not aware, especially northil വരുവാണെങ്കിൽ they really know that they are more into creating mood boards, all these things ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ചെയ്യുന്ന മെത്തേഡ്സ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ we are not tapping into the creativity side of a person. Because നമ്മൾ ഒരേ സാധനം പഠിച്ചാലും ഒരാളുടെ എക്സ്പ്രഷൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യുവർ എക്സ്പ്രഷൻ കുഡ് ബി മ്യൂസിക്, സംബഡീസ് എക്സ്പ്രഷൻ കുഡ് ബി റൈറ്റിംഗ്. അതുപോലെ ഒരു സെൽഫ് എക്സ്പ്രഷൻ ഓഫ് എ ഫാഷൻ എന്ന് പറയുന്ന ഒരു ഫാഷൻ എന്ന് പറഞ്ഞൊരു ക്രിയേറ്റീവ് ആർട്ടാണ്, അല്ല ഒരു ആർട്ട് ഫോമാണ്. ആ ഒരു രീതിയിലേക്ക് ഫാഷൻ ഇതുവരെ വന്നിട്ടില്ല, പക്ഷെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദാറ്റ് ഇസ് എ പോസിറ്റീവ് തിങ്. ഇപ്പം കേരളത്തിലാണെങ്കിലും ഒരുപാട് ഫാഷൻ കോളേജസ് വരുന്നുണ്ട്. എല്ലാവരുടെയും മെയിൻ ഫോക്കസ് സ്കിൽ ഡെവലപ്മെന്റ് ആണ്. ആൻഡ് പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ടീച്ചേഴ്സ് മാത്രം വന്ന് പഠിപ്പിക്കും. ഇപ്പം അങ്ങനെയല്ല, ഇൻഡസ്ട്രി എക്സ്പേർട്സ് ആർ കമ്മിങ് ടു ദ ഫാഷൻ കോളേജസ്. പിന്നെ യു ക്യാൻ സീ ഇപ്പോൾ കൊച്ചിയിൽ തന്നെ എടുത്ത എത്ര ഫാഷൻ ഷോസ് ആണ് നടക്കുന്നത്, അല്ല എത്ര ട്രെയിനിങ് പ്രോഗ്രാംസ്, അതുപോലെ തന്നെ ലോട്ട് ഓഫ് വർക്ക്ഷോപ്സ് ആർ ഹാപ്പനിങ്. സോ ഐ തിങ്ക് കൊച്ചി ഞാൻ ബേസ്ഡ് ആയിട്ട് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ, ഞാൻ കൊച്ചിയിലായതുകൊണ്ട്. ബട്ട് എല്ലാവരും ഇപ്പൊ ട്രിവാൻഡ്രത്താണെങ്കിലും ഏത് സൈഡാണെങ്കിലും കേരളത്തിൽ വി ആർ ഇൻ ടു ഫാഷൻ. കറക്റ്റ്? സോ വി ആർ ലൈക്ക് വെരി ഫാഷൻ കോൺഷ്യസ് നൗ. Yes, especially like because ഇപ്പോൾ Netflix and all of that and people are more aware, because എനിക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ബട്ട് റീസെൻ്റ്ലി ഐ ഹാവ് ബീൻ വാച്ചിങ് എ ലോട്ട് ഓഫ് നെറ്റ്ഫ്ലിക്സ് സീരീസ്. അപ്പോഴാണ് ഞാൻ ഈ സ്റ്റൈലിസ്റ്റിനെ കുറിച്ച് അറിഞ്ഞത്. അപ്പൊ നോക്കാത്ത ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുമ്പോഴും കുറെ ആൾക്കാർ സ്റ്റൈലിസ്റ്റ് എന്നുള്ളൊരു പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നുണ്ട് സീരിയസ് ആയിട്ട്. അങ്ങനെ സോ ഇറ്റ്സ് ലൈക്ക് യു സെഡ്, ഇറ്റ്സ് എൻ എമർജിംഗ് തിങ്. സോ ഐ തിങ്ക് ദിസ് ഇസ് ലൈക്ക് the best time to launch Marklance School of Fashion, which is your brainchild. Yes, so can you tell me more of that? Why did you decide to bring your expertise into this? That I can say that. I mean, I'd love to say that. അതിന് മുമ്പ് ചെറിയൊരു മിത്ത് ഇവിടെ ഫോളോ ചെയ്യുന്ന ഒരു സാധനം, ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഐ ഷുഡ് ടെൽ. ഇവിടെ എല്ലാ പാരൻസ് ആണെങ്കിലും ഇപ്പോഴും, എല്ലാവരിലും ഞാൻ പറയുന്നില്ല, ഇപ്പോഴും ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഫാൻ ഇവളൊരു മോഡൽ ആവാൻ പോവാം. 20 years ബാക്ക് ഉള്ള തിങ്കിങ് ആണ്. ഇപ്പോഴും ഉണ്ട്, ഒരു മോഡൽ ആവുമോ, അല്ലെങ്കിൽ എന്താ പറയുക, ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ ഇത് പഠിക്കാത്ത കുട്ടികൾക്കുള്ള ഒരു മേഖലയാണ്. അങ്ങനത്തെ ഒരു ചിന്ത ഇപ്പോഴും ഇവിടെ ഉണ്ട്. It is completely wrong. Fashion nu varna, it is science. It is textiles is what you study. And you have a lot of textile chemistry to study. You have to study apparel machinery. അപ്പോൾ ഈ ഫാഷൻ ഡിസൈനറിന്റെ ഒരു പ്രൊഫൈൽ ഇച്ചിരി കൂടി ഒന്ന് ഹൈറ്റ് ചെയ്യാനായിട്ട് സമയം. കാരണം നിങ്ങൾ ഈ പഠിക്കുന്ന ബിടെക് പഠിക്കുന്നത് പോലെ തന്നെ ഞങ്ങളും വളരെ കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത്. അതെ, ഇറ്റ് ഇസ് എ റിയൽ പ്രൊഫഷൻ ആൻഡ് വി റിയലി ആൻഡ് നിങ്ങളെക്കാൾ കൂടുതൽ വി ഹാവ് ലോട്ട് ഓഫ് ഹാർഡ് വർക്ക്. വെയർസ് ഇൻ ലോട്ട് ഓഫ് റെക്കോർഡ്സ് ആർ ദെയർ. പിന്നെ ഫാഷൻ ഷോസ് ഉണ്ട്, ഇവന്റ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഒരു ഫാഷൻ ഡിസൈനർ എന്ന് പറയുമ്പോൾ ഒരു 360 ഡിഗ്രി ബ്രെയിൻ വർക്ക് ചെയ്യേണ്ട ഒരാളാണ്. Marklance Fashion School എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? Or what is different about? ഞാൻ ഒരുപാട് നാളായിട്ട് കേരളത്തിൽ അസോസിയേറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യയിൽ തിരിച്ച് വന്ന സമയത്ത് ഒരുപാട് അത് പുറത്തെ കോണ്ടാക്റ്റിലൂടെ ആട്ടോ, അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ എനിക്ക് പുറത്തുള്ള ഒരു മൈത്രി ഗ്ലോബൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടീമുമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ അമേസിംഗ് ആണ്. ദേ ആക്ച്വലി വാട്ട് ദേ ഡു ഇസ് ദാറ്റ് സ്റ്റുഡൻറ് കൗൺസിലിംഗ്, സ്റ്റുഡൻസ് അബ്രോഡ് സ്റ്റഡീസ്, ആൻഡ് ദേ ആർ റിയലി കണക്റ്റഡ് വിത്ത് ലോട്ട് ഓഫ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പം അവർ ത്രൂ ആണ് ആദ്യമായിട്ട് ഇന്ത്യൻ കോളേജസിലേക്ക് എനിക്കൊരു എൻട്രി കിട്ടുന്നത്. അതും അവർ ദേ സിറ്റിംഗ് ഇൻ ഫ്ലോറൻസ്, ഇറ്റലി. അപ്പം ആലോചിക്കണം. അപ്പം എനിക്ക് അങ്ങനെയാണ് ഞാൻ ഇവിടെ കുറച്ച് യൂണിവേഴ്സിറ്റി, സുശാന്ത് യൂണിവേഴ്സിറ്റി പോയിട്ടുണ്ട്, അതുപോലെ വേൾഡ് യൂണിവേഴ്സിറ്റി ഓഫ് ഡിസൈൻ പോയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റിയിൽ, പിന്നെ കീറ്റ് യൂണിവേഴ്സിറ്റി, ഭുവനേശ്വർ, അപ്പം അവിടെ പോയിട്ടുണ്ട്. അപ്പം എല്ലായിടത്തും ചെയ്യുന്നതെങ്കിലും നാട്ടിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. പിന്നെ കുറച്ച് എൻക്വയറീസ് വന്നതിൽ ഐ ഫെൽറ്റ് ദാറ്റ് കോളേജസിൽ ഒരു സ്പേസ് കുറവാണ്. കാരണം ആസ് ഐ സെറ്റ് ഏർലിയർ, കോളേജിൽ, ഈ ഫാഷൻ കോളേജിൽ വി നീഡ് ലോട്ട് ഓഫ് ലാബ് ഫെസിലിറ്റീസ്. നമുക്കൊരു കമ്പ്യൂട്ടർ ലാബ് വേണം, ഒരു നല്ല ഗാർമെൻറ്റ് കൺസ്ട്രക്ഷൻ ലാബ് വേണം. ഗാർമെൻറ്റ് കൺസ്ട്രക്ഷൻ ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്രിയേറ്റിവിറ്റി ഹബ്ബാണ് നമ്മുടെ. മനസ്സിലായോ? ഇവിടെ നമ്മളൊരു ചെറിയൊരു സ്പേസിൽ കൺജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വോണ്ട് ബി ഏബിൾ ടു ഡു ദാറ്റ്. സോ ഐ റിയലി wanted to associate with somebody whom I can
റിയലി ഗിവ് മൈ ഐഡിയാസ് ആൻഡ് നമ്മൾ വിചാരിച്ചത് നമ്മൾ പഠിച്ചിരുന്നപ്പോൾ നമുക്ക് കിട്ടാത്ത എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെയാണ് മാർക്ലാൻസ് ഞാൻ അവിടെ വന്നു പോയി കണ്ടു. അവർക്ക് 3 സെൻറ്റേഴ്സ് ഉണ്ട് ആൻഡ് ദേ ഹാവ് എൻ അമേസിങ് ഓഡിറ്റോറിയം കൈൻഡ് ഓഫ് എ തിങ്. കാരണം ഫാഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫങ്ഷൻസ് നടക്കുന്ന ഒരു സ്ഥലമാണ്. ലോട്ട് ഓഫ് ഷോസ്, മേ ബി എക്സിബിഷൻസ് ആൻഡ് എവറിത്തിങ്. അപ്പം അങ്ങനെയുള്ള അതുകൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തത്. ആൻഡ് ദ മെയിൻ പോയിന്റ് വാട്ട് ഐ ഫെൽറ്റ് വാസ് സ്കിൽ ഡെവലപ്മെന്റ് എന്നാണ് അവർ പറഞ്ഞത് എന്നോട്. കാരണം അവിടെ ഇതിനു മുമ്പ് അവർക്ക് ഓയിൽ ആൻഡ് ഗ്യാസിന്റെ ഒക്കെ കോഴ്സസ് നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മേജർ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയൽ ഗ്യാപ്പ് ഉണ്ട്. ഈ അക്കഡമിക്സ് പഠിച്ചിറങ്ങിയ കുട്ടികളെ ഇൻഡസ്ട്രിയിൽ കൊള്ളില്ല എന്ന് പറയുന്ന ആൻഡ് ദേ ആർ ഗോയിങ് ഫോർ സം അതർ കോഴ്സ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യണം എന്നുള്ളതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം. സോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയ സ്കിൽ ഡെവലപ്മെന്റ് ആണ് ഐ ഓൾസോ ബിലീവ്. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ പഠിച്ചു ഇറങ്ങിയിട്ട് എനിക്കൊന്നും അറിയില്ലായിരുന്നു. നമ്മൾ NFT പോയി പഠിപ്പിച്ചപ്പോഴാണ് നമുക്ക് അറിയുന്നത് വേർ വി സ്റ്റാൻഡ് എന്ന്. അപ്പം ആ ഒരു സിറ്റുവേഷൻ കുട്ടികൾക്ക് വരാതെ നമ്മൾ അങ്ങനെ ഒരു രീതിയിലാണ് മാർക്ലൻസിലേക്ക് വരുന്നത്. സോ പിന്നെ അതിൽ വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ മാർക്ലൻസിൻ്റെ ഒരു വിഷനിൽ അവരെന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാഷൻ സ്കൂൾസിൻ്റെ ഒരു പ്രത്യേകത, അവരിപ്പം നമ്മൾ വേറെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്താലും അവരുടെ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ്. അതായത് അവരുടെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാനുള്ള അലുമിനി ആൻഡ് സെൽ കരിയർ സെൽ എല്ലാം ഉണ്ട്. പക്ഷേ മാർക്ലൻസ് ഫാഷൻ ഇസ് ഫോർ എവ്രിബഡി. ഫാഷൻ എന്തൂസിയാസ്റ്റ്. ഇപ്പം ചില സമയത്ത് അവരുടെ കയ്യിൽ ചിലപ്പോൾ ഒരു ബഡ്ജറ്റ് നമ്മുടെ ഒരു കോഴ്സ് പഠിക്കാൻ ഉണ്ടാവില്ല അവരുടെ കയ്യിൽ. ഓക്കെ, പക്ഷെ അവർക്കൊരു ഹെൽപ്പ് വേണം. അവർക്കൊരു ഫാഷൻ ഒരു പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം. അപ്പം അങ്ങനെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഫാഷൻ സംബന്ധമായിട്ട് എന്തുണ്ടെങ്കിലും മാർക്ലാൻസ് ഇസ് വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഫോർ ഫാഷൻ. സോ അങ്ങനെയാണ്, ദാറ്റ് ഇസ് അവർ വിഷൻ ബേസിക്കലി. ആൻഡ് ഐ റിയലി ലവ് ദാറ്റ് വിഷൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വി വിൽ ഹാവ് എ സെൽ, ഒരു ചെറിയ സെൽ, വേറെസ് യു ക്യാൻ പോസ്റ്റ് യുവർ കരിയർസ് ടു അസ്. അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ വേറൊരു കോളേജിൽ പഠിച്ചു എന്ന് വെച്ചിട്ട് നമ്മുടെ ടീച്ചേഴ്സോ ഫാക്കൽറ്റീസോ അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യാതിരിക്കില്ല. എന്നുണ്ടെങ്കിലും ദേ ക്യാൻ കം ടു അസ് ഈവൻ ഇഫ് ഇറ്റ്സ് ലൈക്ക് സ്റ്റഡി അബ്രോഡ്, ഈവൻ ഇഫ് ദേ വോണ്ട് ടു അറ്റൻഡ് എനി വർക്ക്ഷോപ്സ് നമ്മൾ ചെയ്യുന്നെങ്കിൽ അവർക്ക് രജിസ്റ്റർ ചെയ്യാം. അതാണ് ഞങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു പ്രധാന ഘടകം. എല്ലാരെയും ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ഓപ്പൺ സ്പേസ് പോലെ. ഫാഷൻ ഫോർ ഓൾ. ഫാഷൻ ഫോർ ഓൾ, റൈറ്റ്. അപ്പോൾ എനിക്കും ചേരാൻ പറ്റുമോ? ബിക്കോസ് ഐ ഹാവ് ആബ്സല്യൂട്ട്ലി നോ ഐഡിയ അബൌട്ട് ഫാഷൻ. ഡെഫിനറ്റ്ലി. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കും മാർക്ലൻസ് ഫാഷൻ സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്യാൻ? കാരണം നമ്മൾ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. And we will have an amazing interaction sessions and things like that. Anybody. പിന്നെ ചിലവരുണ്ടാവും, എനിക്കിപ്പോൾ ഓൾറെഡി ഒരു വർക്ക് ഉണ്ട്, എനിക്കത് കളഞ്ഞിട്ട് ഒരു ഫാഷനൊന്നും പഠിക്കാൻ പറ്റുന്ന സമയമില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കും നമ്മുടെ ഫാഷൻ സ്കൂളിൽ വരാം, ജോയിൻ ചെയ്യാം. നമുക്ക് ഷോർട്ട് കോഴ്സസ് ഉണ്ട് ആൻഡ് വി ഹാവ് ഡിപ്ലോമ കോഴ്സസ് ഓൾസോ. പിന്നെ അതെടുത്ത് കഴിഞ്ഞിട്ട് ഇഫ് യു വോണ്ട് ഇന്റൻസ് സ്റ്റഡീസ് അത് നമുക്ക് പറ്റും. അത് മാത്രമല്ല, പിന്നെ ഫാഷനിൽ കുട്ടികളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ? കമ്മ്യൂണിക്കേഷൻ ഒരു ബുദ്ധിമുട്ടാണ്. അതായത് ഫാഷൻ പഠിച്ചിട്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ പുറത്തൊരു ജോലി കിട്ടാൻ ഭയങ്കര പാടാണ് ഇവർക്ക്. കാരണം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ ഒരു മെൻറ്റർഷിപ്പും കൂടി നമ്മുടെ കോഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അതൊരു എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാം, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂസ് എങ്ങനെ ക്രാക്ക് ചെയ്യാം, ഇതൊക്കെ ഒരുമാതിരി എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഐ മീൻ ഐ ഡോണ്ട് നോ മോർ അബൌട്ട് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് എനിക്ക് അറിയില്ല അവരെങ്ങനെ കൊടുക്കുന്നതെന്ന്. പക്ഷേ വി വിൽ ഡെഫിനറ്റ്ലി ഡു ഇറ്റ് ഫോർ സ്റ്റുഡൻസ്. സോ ഫൈനലി ഒരു 360 ഡിഗ്രി ഒരു ഡെവലപ്മെന്റ് ആണ് നമ്മൾ. പിന്നെ അവർ പഠിച്ചു പോയി കഴിഞ്ഞാലും നാളെ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വി വിൽ ഹാവ് എൻ അലുമിനി സെൽ, whereas we will be helping them. If they have any problem, they can write to us or come to the center. അങ്ങനെ ഒരു സൗകര്യവും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. Nice. Okay. ഒരു തവണ നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് സപ്പോർട്ട് എന്ന ഒരു രീതിയിലാണ്. Okay, that sounds amazing. ഞാൻ പഠിച്ചത് ഡോമസ് അക്കാഡമിയിലാണ്, ഇറ്റലിയിൽ. അപ്പം അവിടെ ഇപ്പോഴും അലുമിനി സെല്ല് ഭയങ്കര ആക്റ്റീവാണ്. എനി ടോക്സ് ഐ ക്യാൻ ബി എ പാർട്ട് ഓഫ്. അതുപോലെ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇഫ് യു വോണ്ട് ടു ഡു എ ഷോ ഓർ എനിത്തിങ്, ദേ സപ്പോർട്ട് us. They have a separate wing. So അതാണ് ശരിക്കും ഇൻസ്പയർ ചെയ്ത് അങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്നുള്ള രീതിയിൽ. That's a lovely thought. Like one stop for fashion for everybody, all students. പിന്നെ അത് സ്റ്റുഡൻസിന് വേണ്ടി മാത്രമല്ല കേട്ടോ. കാരണം വേറൊന്നല്ല, എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവര് ഗൾഫിലും അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ പോയിട്ട് അവിടെ ആയിരുന്നു. അപ്പൊ അവർ ഹസ്ബൻഡ്സ് വുഡ് ബി വർക്കിംഗ് and they'll be sitting at home. I mean they're all good sitting at home. അപ്പം കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ വർക്ക് ചെയ്യാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ട്. അപ്പം അവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കും welcome to Marklance Fashion. So we will train you to become an entrepreneur. Age no bar ആണ്, മനസ്സിലായോ? It's like an experiential learning.
It's gonna be a real experience. Right, Fashion. If you want a fashion experience, come to us. Right. Just a textbook knowledge അല്ലാണ്ട് അല്ല. എല്ലാ രീതിയിലും. And everything is marked down. Everything is already planned and set. Right. So we are onboarding a lot of designers. Designer talks ഉണ്ടാവും. അതായത് റിയൽ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ടോക്സ് ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് എങ്ങനെയാണ് ശരിക്കും റിയൽ ലൈഫിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് പിന്നെ അത് മാത്രമല്ല ലോട്ട് ഓഫ് ഇന്റേൺഷിപ്സ് ഉണ്ട്. എല്ലാവരും ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമാണ് ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണത്. പഠിച്ചു കഴിഞ്ഞിട്ട് ആ ഇന്റേൺഷിപ്പ് ഉണ്ടെങ്കിൽ സർട്ടിഫിക്കേഷൻ. നമുക്ക് അങ്ങനെയല്ല. നമ്മളെ ഫസ്റ്റ് മന്ത് മുതൽ ആക്ടിവിറ്റി കലണ്ടർ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു അക്കാഡമിക് ആൻഡ് നോൺ അക്കാഡമിക് കലണ്ടർ വി ഹാവ്. സോ അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. So it goes hand in hand. പഠിത്തവും practical knowledge. Exactly. And it's going to be huge. And I want all the students to take that responsibility. അങ്ങനെ കാരണം ഫൈനലി നിങ്ങൾ വരുമ്പം you are not alone, right? We are there to support you. So Okay, I love your vision to actually build a community and not just thank you so much. Individual. That sounds lovely. നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ ഹൗസ് വൈഫ്സിന് പോലും ഇത് ചെയ്യാം, അല്ലെങ്കിൽ കരിയറിൽ ഒരു ബ്രേക്ക് എടുത്ത ആൾക്കാർക്ക് മാർക്ലൻസ് സ്കൂൾ ഓഫ് ഫാഷനിൽ ചേരാം എന്നൊക്കെ. സോ വാട്ട് അബൌട്ട് 12th കഴിഞ്ഞ ആൾക്കാർ, അല്ലെങ്കിൽ 12th മേ ബി ഫെയിൽ ആയ ആൾക്കാർ, അല്ലെങ്കിൽ കോളേജ് പകുതി വഴി വെച്ച് ഡ്രോപ്പ് ഔട്ട് ചെയ്ത ആൾക്കാർക്ക് ഇവർക്കും കൂടെ വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണോ? ദാറ്റ് ഈസ് എൻ അമേസിങ് ക്വസ്റ്റ്യൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ വിഷനാണ്. കാരണം ഒരുപാട് കുട്ടികൾ, ഫാഷൻ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ, മേ ബി അക്കാഡമിക്സിൽ അവർ വീക്കായിരിക്കും. അവർ മേ ബി ഡിഗ്രി ചേർന്ന് അവർക്ക് അത് ഫെയിലായി, പിന്നെ പഠിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരുപാട് പേരുണ്ട്. പക്ഷെ എത്ര ഭംഗിയായിട്ട് സ്കെച്ച് ചെയ്യുന്നറിയോ അവര്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ആർക്ക് വേണമെങ്കിലും നമ്മുടെ അടുത്തോട്ട് വരാം. സോ അതൊരു ഭയങ്കര ഒരു പോസിറ്റീവ് സൈഡ് ഓഫ് ദ തിങ് ആണ്. ആൻഡ് വി ആർ ഗിവിംഗ് ദം എ സർട്ടിഫിക്കേഷൻ ഫോർ ആ ഒരു കോഴ്സ്. വാട്ട് എവർ ദേ ആർ ഡൂയിങ്, ദേ ഹാവ് ഡിപ്ലോമ കോഴ്സസ്. ഡിപ്ലോമ കോഴ്സസ് എന്ന് പറഞ്ഞാലും 8 monthsന്റെ ഇന്റൻസ് കോഴ്സസ് ആണ്. പിന്നെ അതുപോലെ നമുക്ക് 2 years കോഴ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് 8 months കോഴ്സസ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ 3 months കോഴ്സസ്. അങ്ങനെ ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റുന്ന കോഴ്സസ് ആണ്. ആൻഡ് ഓൾസോ ചില ആൾക്കാർക്ക് ഫാഷനിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും എനിക്ക് എൻ്റെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതൊരു ഭയങ്കര, അപ്പം നമ്മൾ ആ ഒരു ഗ്യാപ്പ് എന്തായാലും ബ്രിഡ്ജ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് കഴിയുമ്പോൾ അവർക്കൊന്ന് പുറത്ത് പോകണം. ഇപ്പം അവർക്ക് നല്ല സ്കില്ലുണ്ട്, പുറത്ത് പോകണം, പക്ഷേ സംസാരിക്കാൻ അറിയില്ല. സോ അതൊരു എല്ലാ ഫാഷൻ ഡിസൈനേഴ്സും ഫാഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ നേരിടുന്ന പ്രശ്നമാണ്. പിന്നെ അതുപോലെ മാത്രമല്ല ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ട്. ഓക്കെ, നമ്മൾ കേരളത്തിലെ ആളുകൾക്ക് ഒരുപാട് പേർക്ക് ആ പ്രശ്നമുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ട്രെയിനിങ്സ്, ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ സോഫ്റ്റ് സ്കിൽസ്. എക്സാക്ട്ലി. പിന്നെ അതുപോലെ തന്നെ ഇന്റർവ്യൂ എങ്ങനെ ഫേസ് ചെയ്യണം. ഓക്കെ, പിന്നെ നിങ്ങളുടെ CV എങ്ങനെ പ്രിപ്പയർ ചെയ്യണം. അപ്പം നിങ്ങൾ ഒരു ഫുൾ ടൈം ഒരു കംപ്ലീറ്റ് ഒരു 360 ഡിഗ്രി ചെയ്യാനാണ് നമ്മളുടെ തീരുമാനം. അതുപോലെ തന്നെ വി നീഡ് ഡെഡിക്കേറ്റഡ് സ്റ്റുഡൻസ് ഓൾസോ. നമ്മൾ എത്ര കൊടുത്താലും എടുക്കാൻ പറ്റുന്ന സ്റ്റുഡൻസ് ആ ഒരു ഇൻഡസ്ട്രി റെഡി ആയിരിക്കണം. ഐ റിയലി വോണ്ട് ടു ഡു ഇറ്റ്. അതാണ് ഒരു സ്റ്റുഡൻസിന്റെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ക്വാളിഫിക്കേഷൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഐ വിൽ സേ ദാറ്റ് ഐ റിയലി വോണ്ട് ടു ഡു ഇറ്റ്. ആ ഒരു ഏർജ് ഉള്ള സ്റ്റുഡൻസ് ആണ് വേണ്ടത്. ഇറ്റ് ഈസ് നോട്ട് ദി അക്കാഡമിക് ക്വാളിഫിക്കേഷൻ, ഇറ്റ് ഈസ് ദ ഇൻസൈറ്റ് വാട്ട് സേസ് ലൈക്ക് യു റിയലി വോണ്ട് ടു ഗോ ഫോർ ഇറ്റ്. അതാണ്, ദാറ്റ് ഇസ് ദ ക്വാളിഫിക്കേഷൻ ആൻഡ് ദ ട്രേറ്റ് we are looking for. Right. Okay. I'm pretty sure there are a lot of students out there. They're just waiting for the right place, exactly, where they can find themselves. I think this is going to be a great venture. Thank you so much. Of course. Perfect. So moving on. ഇപ്പോൾ വേറൊരു പ്രശ്നം, നമ്മൾ ഈ ഒരു 20s ആൾക്കാർക്കാണെങ്കിലും 25 ആൾക്കാർക്കാണെങ്കിലും they don't know what exactly or how they can apply their skills somewhere. അല്ലെങ്കിൽ ഏത് ജോലിക്ക് പോകണം. കുറേ ഇപ്പോൾ ഞാൻ പഠിച്ച കോഴ്സ് ആണെങ്കിലും മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലിറ്ററേച്ചർ പോലെയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്കൊരു 5-6 കരിയർ ഓപ്ഷൻസ് ഉണ്ട്. ഐ എം സോ കൺഫ്യൂസ്ഡ് ആസ് ടു വിച്ച് വൺ ടു ചൂസ്. അപ്പോൾ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഫാഷൻ ഇൻഡസ്ട്രിയിൽ ചേരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എങ്ങനെയായിരിക്കും മാർക്ലൻസ് സ്കൂൾ ഓഫ് ഫാഷൻ ഒരു സൊല്യൂഷൻ കൊടുക്കുക? ഓക്കെ, നമുക്കിപ്പോൾ 8 monthsന്റെ ഡിപ്ലോമ പ്രോഗ്രാമിൽ വി ഹാവ് ഓൾ ദി 6 ബേസിക് ദ മെയിൻ 6 സബ്ജക്ട്സ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത് വിത്ത് പ്രാക്ടിക്കൽസ്. അതിൽ നമുക്ക് ഇന്റേണൽ ഉണ്ട്, എക്സ്റ്റേണൽ ഉണ്ട്. സോ ബേസിക്കലി നമ്മുടെ മോർ ഓൺ ദി സ്കിൽ ഡെവലപ്മെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഞാനൊരു സബ്ജക്റ്റിൻ്റെ ഇത് പറയുവാണെങ്കിൽ നമുക്ക് വരുന്ന ഫസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു ടെക്സ്റ്റൈൽസ്. എല്ലാ കോളേജസിലും എല്ലാ ഫാഷൻ സ്കൂളിലും പഠിപ്പിക്കുന്ന. അപ്പം ചില ആളുകൾക്ക് ടെക്സ്റ്റൈൽസിലായിരിക്കും ഭയങ്കര ഇൻട്രസ്റ്റ്. അതായത് ടെക്സ്റ്റൈലിലെ പ്രിന്റ് ഡിസൈനർ, നമ്മൾ ഇന്ന് ഇപ്പൊ കാണുന്ന സാരിയിലുള്ള പ്രിന്റ് ഡിസൈനിങ് ഒക്കെ അറിയാം അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഈ വീവിങ് കണ്ടിട്ടില്ലേ, നമ്മുടെ ചേന്ദമംഗലത്തൊക്കെ നമ്മൾ വീവ് ചെയ്യുന്ന ആ സമയത്ത് അങ്ങനത്തെ സാരീസ് ഉണ്ടാവും. അപ്പൊ അവരുടെ ഇൻട്രസ്റ്റ് 90% ഓഫ് ആൾക്കാർക്ക് എല്ലാം ഡിസൈനർ ആയിക്കൊള്ളണം എന്നില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസ് എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയുള്ള സ്റ്റുഡൻസും ഒരു ഓപ്ഷൻ എന്താ പോകേണ്ടതെന്ന് അറിയാതെ ഫൈനലി അവരെന്ത് ചെയ്യും, ഡയറക്റ്റ്ലി ഒരു ഡിസൈനറിന്റെ അടിയിലോ ബുട്ടീക്കിന്റെ അടിയിലോ പോയി വർക്ക് ചെയ്യും. അതെന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ സ്കില്ല്
അവിടെ നഷ്ടപ്പെടുക ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇതിനകത്ത് ആദ്യമേ മുതൽ തന്നെ നമ്മുടെ അസസ്മെൻറ്റ്സ് ഉണ്ട്, റെക്കോർഡ് അസസ്മെൻറ്റ്സിൽ ടീച്ചേഴ്സ് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത് ആര് ഏതിലാണ് നല്ലത്. ടെക്സ്റ്റൈൽസിലാണെങ്കിൽ ആ കുട്ടീനെ ടെക്സ്റ്റൈൽ കമ്പനീസും അല്ലെങ്കിൽ സിൽക്ക് മാനുഫാക്ചറിങ്ങും അങ്ങനത്തെ രീതിയിൽ നമ്മൾ ടൈപ്സ് നമ്മൾ കണ്ടുപിടിക്കും. കാരണം നമ്മൾ വൺസ് ഒരു 8 months കഴിയുമ്പോഴേക്കും അവർ ഏതിലാണ് ഫിറ്റ് എന്ന് ടീച്ചേഴ്സിന്റെ ഒരു ഫീഡ്ബാക്ക് ഉണ്ടാവും. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് ഇസ് എ സ്റ്റുഡൻസ് ചോയ്സ് ടു ഗോ വെയർ എവർ ഹി ഓർ ഷീ വാണ്ട്സ്. പക്ഷേ വി വിൽ ഹാവ് ദാറ്റ്. അതുപോലെ തന്നെ ഗാർമെന്റ് കൺസ്ട്രക്ഷൻ, ചിലർക്ക് ഡ്രേപ്പിംഗിലാണ്. ഇപ്പൊ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സാരി ഡ്രൈപ്പേഴ്സ് അല്ലെ ഒരു പുതിയ ഫീൽഡാണ്. അപ്പൊ അവർക്ക് നന്നായിട്ട് ഡ്രൈപ്പ് ചെയ്യാൻ പറ്റും. പണ്ട് അങ്ങനത്തെ ഒരു പ്രൊഫഷനേ ഉണ്ടായിരുന്നില്ല. അപ്പം ആ ഒരു സ്കില്ലാണ് അവർക്കുള്ളെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ കോൺടാക്ട് വെച്ചിട്ട് അവിടെ ഒരു ഇന്റേൺഷിപ്പ് കൊടുക്കാനായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മളതൊരു വളരെ സ്പെസിഫിക് ആയിട്ടാണ്. ഗാർമെന്റ് കൺസ്ട്രക്ഷനിൽ നമ്മൾ പാറ്റേൺ മേക്കിംഗ്, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പാറ്റേൺസ്, ടൂക്ക കാഡ് എന്ന് പറഞ്ഞ കാഡ് സോഫ്റ്റ്വെയർ ഉണ്ട്. അതിൽ നമ്മൾ പാറ്റേൺസ് ഒക്കെ എങ്ങനെയാണ് അലൈൻ ചെയ്യണമെന്ന് നോക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പൊ ചിലവർക്കുണ്ട് നല്ല കൺസ്ട്രക്ഷൻ ഭയങ്കര മിടുക്കന്മാരായിരിക്കും, എന്നാൽ അവർ ഡിസൈനിങ്ങിൽ വരില്ല. അവരെ നമ്മൾ ഡിസൈനറിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? ദേ വോണ്ട് ബി ഏബിൾ ടു പെർഫോം പ്രോപ്പർലി. അപ്പോൾ അവർക്കൊരു പാറ്റേൺ മേക്കിംഗ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു മേഖലയിലേക്ക് നമ്മൾ അവരെ ഡൈവേർട്ട് ചെയ്ത് വിടും. അല്ല സർഫസ് ഓർണമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സബ്യസാച്ചി മുഖർജി അല്ലെങ്കിൽ ഇന്ത്യൻ ഡിസൈനേഴ്സ് എല്ലാവരും സർഫസ് ഓർണമെന്റേഷനിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും. അതായത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എംബ്രോയിഡറീസ്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പെയിന്റിങ്സ് ഉണ്ട്, മധുബാനി പെയിന്റിങ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നല്ല മ്യൂറൽ ആർട്ടിസ്റ്റ്, എല്ലാവരും പറയും നിങ്ങളിത് ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഡിസൈനിങ് പഠിച്ചുകൂടെ എന്ന്. അങ്ങനെ ആർട്ടിസ്റ്റുകൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. എന്നിട്ട് അവരുടെ ആർട്ടിനെ സെല്ലബിൾ ആക്കാം. ഇപ്പം നമുക്കറിയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, ഞാനൊരു പ്രാവശ്യം ഒരു വർക്ക്ഷോപ്പിൽ ട്രെയിൻ ചെയ്ത ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹം പേപ്പറിൽ തന്നെ വരച്ചുകൊണ്ടിരുന്ന ഒരു ആർട്ടിസ്റ്റാണ്, ഒരു മ്യൂറൽ ആർട്ടിസ്റ്റ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഹീ സ്റ്റാർട്ടഡ് പെയിന്റിങ് സാരീസ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ടെക്നോളജി വെച്ച് ഡിഫറെൻറ്റ് കോസ്റ്റേഴ്സ് ഇല്ലേ നമ്മുടെ, അതുപോലെ ഹോം ഫർണിഷിങ് അങ്ങനെ വെച്ചിട്ട് ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫാഷനിൽ ഒരുപാട് മേഖലകളുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മാർക്ലൻസിൽ നമ്മൾ ആ ഒരു കുട്ടിയുടെ കഴിവ് എവിടെയാണ് ആ കുട്ടി എക്സൽ ചെയ്യുന്നതെന്ന് ഒരു 8 months ഉള്ളിൽ, ഒരു 6 months നമുക്കത് മനസ്സിലാവും. അപ്പം നമ്മൾ എപ്പോഴും ഇന്റേൺഷിപ്പ് നമ്മുടെ ഒരു റെഫറൻസ് ഉണ്ടാവും, ഇതായിരിക്കും നിങ്ങൾക്ക് പറ്റുന്നത് എന്നുള്ള റെഫറൻസ്. സോ ദാറ്റ് അവരവിടെ പോയിട്ട് ദേ വോണ്ട് സഫർ. കറക്റ്റ്. അപ്പോൾ ഒരു കറക്റ്റ് ഗൈഡൻസ്, ഒരു കരിയർ, എല്ലാം നമ്മുടെ എല്ലാ കോഴ്സുകളും കരിയർ ഓറിയന്റഡ് ആണ്. ഇറ്റ്സ് എ കരിയർ ഓറിയന്റഡ് കോഴ്സസ്. സോ ഇറ്റ് ഈസ് വെരി ഈസി ഫോർ everybody to choose. That sounds lovely. ഫാഷനെ കുറിച്ച് വലിയ സബ്ജക്ട് നോളജ് ഇല്ലാത്ത ഒരാളെന്ന രീതിയിൽ ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ള കാര്യമാണ്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈൻ, പുള്ളിക്കാരത്തെ എന്തിട്ടല്ലോ അടിപൊളിയാണ്. ബിക്കോസ് ഷീ നോസ് വാട്ട് ഗോസ് വിത്ത് what. So I always like take her with me when I go shopping because not a fan of shopping. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഇതൊക്കെ ഈ കറക്റ്റ് പ്രപ്പോർഷൻ. ഇപ്പോൾ എല്ലാവരും പറഞ്ഞു ബ്ലാക്ക് ഫുൾ ഇടുകയാണെങ്കിൽ നമ്മൾ വണ്ണം കുറവ് തോന്നിക്കും, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഓൾറെഡി ഉള്ള ഒരു കഴിവാണോ അല്ലെങ്കിൽ അത് പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണോ? അത് നമ്മുടെ പോർഷൻസിൽ വരുന്ന ഒരു സിലബസ് ആണ്. ഫിഗർ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കളർ ചാർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചിലപ്പോൾ കാണും ഈ സെലിബ്രിറ്റീസ് ഒരു റെഡ് കളർ ഇടും. അത് നല്ല രസമായിരിക്കും. ആ സെയിം സാധനം നമ്മൾ ഇടുമ്പോൾ അത്ര ഇതെന്താ എനിക്കത് ചേരാത്ത, പക്ഷെ എല്ലാവരും നമ്മളോട് പറയും ആ സെലിബ്രിറ്റിയുടെ അതേ കളറാണ് എനിക്കെന്ന്, അല്ലേ? പക്ഷെ എന്നാലും നമുക്കത് മാച്ച് ആവില്ല. അപ്പം അതിന് നമ്മുടെ ഫേസ് ഷേപ്പ് അറിയണം. അതുപോലെ തന്നെ നമ്മുടെ ഫിഗർ, പല ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫിഗർ ഉണ്ട്, അത് നമുക്ക് അറിയണം. ഇതൊക്കെ ഫാഷനിൽ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. ഇപ്പം അൺഫോർച്ചുനേറ്റ്ലി മിക്ക സ്റ്റൈലിങ്ങിലൊക്കെ ചെയ്യുമ്പം ഒരുപാട് പേര് വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലെ കളേഴ്സ് ഒക്കെ വരും. അപ്പം നമുക്കറിയാം ചില സെലിബ്രിറ്റീസ് അവർ ചില ഡ്രസ്സ് ഇടുമ്പോൾ ഭയങ്കര മെലിഞ്ഞിട്ട് തോന്നും, പക്ഷെ ചില സ്റ്റൈലിസ്റ്റ് മാറുമ്പോഴേക്കും അവരുടെ ഡ്രസ്സും മാറും, എവറിത്തിങ് collapses, right? അപ്പോൾ അതിന്റെ മെയിൻ റീസൺ എന്താ വെച്ചാൽ ടെക്നിക്കൽ നോഹൗ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം നമ്മൾ അതിൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ട്. കാരണം നോർമലി എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറി ക്ലാസ്സസ് ആണ് കൂടുതലുള്ളത്, പക്ഷെ നമുക്കൊരു ഡെമോൺസ്ട്രേഷൻ പ്രാക്ടിക്കൽ ക്ലാസ്സസ് ഉണ്ടാവും. അതായത് റിയൽ ആയിട്ട് ഒരാളെ മുമ്പിൽ നിർത്തിയിട്ട് അവർ ഈ ഡ്രസ്സ് ഇടുമ്പോൾ എങ്ങനെയാണ്, ഏത് നെക്കിട്ടാൽ അവർ മെലിയും, ഏത് നെക്കിട്ടാൽ അവർ കുറച്ച് തടിച്ചിരിക്കും, അങ്ങനെ നമ്മുടെ എല്ലാ ക്ലാസ്സസും ഡെമോൺസ്ട്രേഷൻ വിത്ത് ഇൻഡസ്ട്രി സ്പെഷ്യലിസ്റ്റിന്റെ ടോക്സ് വെച്ചിട്ടാണ്. ഇൻഡസ്ട്രിയിൽ ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ്, റൈറ്റ്? ഇപ്പൊ പണ്ടൊക്കെ പറയില്ലേ നമ്മളെല്ലാം അനുഭവിച്ച് പഠിക്കണമെന്ന്, പക്ഷെ അതിലും ഈസി ആയിട്ടുള്ളത് അറിവുള്ള ഒരാൾ പറഞ്ഞ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ ലേൺ ദാറ്റ് വേ, അല്ലേ? അപ്പം നമ്മളങ്ങനെ ഇൻഡസ്ട്രി സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളെ വിളിച്ചിട്ട് അവരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്
എല്ലാം നമ്മൾ തിയറി മാത്രം പഠിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചില സമയത്ത് എന്ത് പറ്റും, നമുക്കത് ആ ഒരു കറക്റ്റ് രീതിയിൽ അത് ഇതാക്കാൻ പറ്റില്ല. കാരണം ഈ ഓൾറെഡി എല്ലാ ഇൻഡസ്ട്രിയൽ ബുക്സ്, ഇപ്പം നമുക്കുള്ള ഫാഷൻ ബുക്സ് എല്ലാം വന്നിട്ട് പുറത്തുനിന്നുള്ള ബുക്സാണ്. ഇന്ത്യൻ ബുക്സിന്റെ അവൈലബിലിറ്റി കുറവാണ്. അപ്പൊ ഇന്ത്യൻ ടെക്സ്ചർ, നമ്മുടെ ഒരു സ്കിൻ കളർ, നമ്മുടെ ഒരു ഐ കളർ ഒക്കെ ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ ആ ഒരു സബ്ജക്ട് കവർ ചെയ്തു. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇപ്പം നമുക്ക് പഠിക്കാൻ വരുന്ന എല്ലാവരും ഇന്ത്യൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു രീതിയിൽ എംഫസൈസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ, അതായത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ്, ഇപ്പം നമ്മളിപ്പം കണ്ണൂര് നമ്മുടെ ലാൻഡ്സ് ഓഫ് ലോസ് ആൻഡ് ലൂംസ്, അവിടുത്തെ കളേഴ്സ് വി ക്യാൻ ബ്രിങ് ഇൻ ഇൻസ്പിറേഷൻസ്. അതുപോലെ തന്നെ ഓരോരോ സ്ഥലത്തെ ഇപ്പം കുത്താമ്പുള്ളിയിലെ ഹാൻഡ്ലൂംസ്. അപ്പം അങ്ങനെ നമ്മുടെ ഇവിടുത്തെ സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ്സസും അവർക്ക് ഇൻഡസ്ട്രിയൽ വിസിറ്റ്സ് ഉണ്ടാവും ഇതുപോലത്തെ ലൂംസിലും നമ്മുടെ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യത്തിനും. അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ സ്ഥലത്തെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടൈ ആൻഡ് ഡൈസ്, പ്രിന്റിംഗ് മെത്തേഡ്സ് എല്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാവും. അപ്പം അവർക്കൊരു ഇന്ത്യൻ എത്തനിക്, ഇപ്പം മ്യൂറൽ പെയിന്റ് നമ്മൾ എത്ര ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ് അല്ലെ, മ്യൂറൽ പ്രിന്റഡ് സാരീസ്. പക്ഷെ ചില സാരീസ് ഒന്നും കണ്ടാൽ നമുക്കൊരു ഭംഗിയൊന്നും തോന്നില്ല. എന്തിനാണ് ഇപ്പൊ ഇവരിങ്ങനെ ഈ സെറ്റ് മുണ്ടിലൊക്കെ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അതിന്റെ ബേസിക് പ്രോബ്ലം പറയുന്നത് നമുക്ക് അവരുടെ ആ ഒരു ഡിസൈൻ എവിടെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം എന്നുള്ളതിന്റെ അറിവില്ലായ്മയാണ്. ചിലത് നമ്മൾ കാണുമ്പോൾ നല്ല ബാലൻസ്ഡ് ആയിട്ട് തോന്നും അല്ലെ, ചിലതൊക്കെ അയ്യോ ഇത് ഭയങ്കര കൂടുതലായിപ്പോയി, ഇത് ഇത്തിരി ഓവറായിപ്പോയി, ഇതിന് ഈ കളർ ബ്ലൗസിലുണ്ടായിരുന്നു, ഇങ്ങനത്തെ കുറേ ചിന്തകളുണ്ടാവും. അതൊക്കെ നമ്മൾ മാറ്റിയിട്ട് കറക്റ്റായിട്ട് നമ്മളൊരു ഗൈഡ് ചെയ്ത്, അതുകൊണ്ടാണ് പ്രാക്ടിക്കൽ വർക്ക്ഷോപ്സ് എന്ന് ഞാൻ പറയുന്നത്. നമ്മുടെ ഐഡിയാസ് ഒരുപാടുണ്ടാവും, പക്ഷെ നമ്മളത് സാരിയിൽ ഒരു പ്രിന്റിങ്ങോ പെയിന്റിങ്ങോ ചെയ്യുമ്പം അയ്യോ ഞാൻ വിചാരിച്ച പോലെ ഇത് ഭംഗിയില്ല. അത് നമ്മളെപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. എസ്പെഷ്യലി പെൺകുട്ടികൾ നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്യുമ്പോൾ അയ്യോ എന്ത് ഭംഗിയായിരുന്നു, ഇത് ഞാൻ ഇട്ടപ്പോൾ ഭംഗിയില്ലല്ലോ എന്ന്. അപ്പം അങ്ങനെയുള്ള സാധനത്തിനൊക്കെ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ലേൺ ഫാഷൻ. റൈറ്റ്, ഓക്കെ. അപ്പോൾ ഒരു സാധാരണ ആൾക്കും പഠിക്കാം. ഇപ്പോൾ എനിക്കൊരു ഫാഷൻ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യണം എന്നില്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം മേ ബി ഫോർ മൈ പ്രൊഫഷൻ it's mandatory that I dress well. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കും ഈ കോഴ്സ് എടുക്കാം. ഡെഫിനറ്റ്ലി. നിങ്ങൾ ഒരു 1 hourന്റെ നമ്മുടെ ഒരു ഇൻഡസ്ട്രിയൽ സെഷൻ വന്നാൽ തന്നെ നിങ്ങൾ ഡ്രസ്സ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി മാറും. എങ്ങനെയാണ് കളർ ബ്ലോക്കിംഗ്, കളറിൽ ഒരു കളർ ഇട്ടാലാണ് ആൾക്കാർക്ക് ഭംഗി ഉണ്ടാവുന്നത്. അതായത് നമ്മുടെ സ്കിന്നിന്റെ അണ്ടർടോൺ ഏതാണ്, ആ അണ്ടർടോൺ അനുസരിച്ച് ഏത് ഷെയ്ഡാണ് നമുക്ക് കുറെ പേർക്ക് അറിയാം. കാരണം ഈ മേക്കപ്പ് ചെയ്യുന്ന കുട്ടികളോട് ചോദിച്ചാൽ അറിയാം ഈ ഷെയ്ഡ് എനിക്ക് പറ്റില്ല, എനിക്ക് വരുന്നത് ഓൾറെഡി ഒരു ഓറഞ്ച് ഷെയ്ഡ്സ് ആണ് എനിക്ക്. ചിലർ പറയും ഇല്ല പിങ്ക് ആണ് എനിക്ക് മാച്ചിങ്. പണ്ട് കേരളത്തിൽ ആർക്കും അതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു സെഷൻസ് നമുക്ക് അറിയാം. അതുപോലെ തന്നെ ഡ്രസ്സിലും ആ ഒരു നോളജ്, ഒരു ടെക്നിക്കൽ നോളജ് ഓഫ് ഗാർമെന്റ്സിന്റെ വരണം. അപ്പോൾ പീപ്പിൾ വിൽ ലുക്ക് ഈവൻ മോർ ബെറ്റർ ആൻഡ് ബ്യൂട്ടിഫുൾ. we can do justice to what we look like and what we want to. Okay, perfect. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഈ ഇന്ത്യൻ ഹാൻഡ്ലൂമിന്റെ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ, എനിക്ക് തോന്നുന്നതായിരിക്കാം, ഐ മൈറ്റ് ബി റോങ്, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പുറത്തുള്ള കൾച്ചേഴ്സ് ഇന്ത്യൻ ആർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഫാഷൻ ഇൻഡസ്ട്രിയിലും അത് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? that is also a very very good opportunity. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ നന്ദി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നമ്മൾ എപ്പോഴും ഇപ്പം ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് ഒരു സാരി കൊടുത്തുകൊണ്ട് പോകുമ്പോൾ they are very excited. Wow, Indian textile prints, the way they touch and feel, no, wow, it's cotton, it's handloom. ആ ഒരു ഫീൽ അവർക്കുണ്ട്. അപ്പം ഞാൻ ഈ കുറച്ച് നാൾ മുമ്പ് ഒരു 2020 ആർട്ട് റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് മുംബൈയിൽ ഒരു ടീമുണ്ട്. അവരുമായിട്ട് ഐ എം വെരി ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് എ ലോട്ട് ഓഫ് ആർട്ട് ഗ്രൂപ്പ്സ്. അപ്പം അവിടെ ആ ആർട്ട് റെവല്യൂഷനുമായിട്ട് നമ്മളൊരു എക്സിബിഷൻസ് നടത്തിയിരുന്നു. അപ്പം അത് കൂടുതലും ഒരു സസ്റ്റൈനബിലിറ്റി ബേസിലുള്ള ആർട്ടിന്റെ എക്സിബിഷനാണ്. അപ്പം ആർട്ട് ഇൻ ടു ഫാഷൻ എന്ന് പറയുന്നത്. അപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ഷീസ് എ ഡാൻസർ. അവള് മോഹിനിയാട്ടം ഡാൻസറാണ്. അപ്പം അവളുടെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു എക്സിബിഷനിൽ അവളുടെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതായത് അവളുടെ ഡാൻസിന്റെ എക്സ്പ്രഷൻസ്, ഡാൻസിന്റെ എക്സ്പ്രഷൻസ് അവൾ ഷൂട്ട് ചെയ്തിട്ട് ഇറ്റ് ഈസ് ലൈക്ക് മറ്റേ മോഹിനിയാട്ടം കോസ്റ്റ്യൂം അറിയാലോ, ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. അപ്പം അതിനെ ഒരു സസ്റ്റൈനബിൾ ആർട്ട് എന്നുള്ള രീതിയിൽ അത് മാറ്റി അവിടെ പ്രസന്റ് ചെയ്തായിരുന്നു. അതൊരു താജിലാണ്. ആൻഡ് ദ പ്രോജക്റ്റ് വാസ് വെരി അമേസിങ്. അത് വന്നിട്ട് എല്ലാവരും പീപ്പിൾ വർ വെരി ഇൻട്രസ്റ്റഡ്. ഇപ്പം നമ്മുടെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മോഹിനിയാട്ടം നമുക്ക് കാണിക്കണമെങ്കിൽ നമ്മളെപ്പോഴും വിചാരിക്കുന്നത് എങ്ങനെയാണ്, ഒരു ലോക്കൽ ഒരു പെർഫോമൻസ് എന്നുള്ള രീതിയിൽ. പക്ഷെ അതിൻ്റെ ഒരു കളേഴ്സും അതിൻ്റെ ഒരു പോസസും ബ്രിങ് ഔട്ട് ചെയ്ത് സീരീസ് ഓഫ് ഷൂട്ട്സ് ഇൻക്ലൂഡിങ് പെയിന്റിങ്സ്, അവരൊരു ഗ്രാഫിക്കൽ ആർട്ടും പിന്നെ അതുപോലെ തന്നെ കുറെ പോസസും വെച്ചിട്ടാണ് അവൾ ആ ഒരു
ആർട്ട് ഫോം ക്രിയേറ്റ് ചെയ്തത്. അതിന് നല്ലൊരു അപ്രിസിയേഷൻ കിട്ടി. ഇപ്പം ഞാൻ ഈ ആർട്ട് ഫോം എന്ന് പറയുമ്പോൾ നോട്ട് ജസ്റ്റ് ദാറ്റ് ഒരു പ്രിന്റോ ഇത് മാത്രമല്ല, വി ക്യാൻ ഗോ ബിയോണ്ട് ദാറ്റ്. അപ്പം അതിന് നല്ല അപ്രിസിയേഷൻ കിട്ടി. മേ ബി അങ്ങനെ രീതിയിൽ കൂടി ആർട്ട് എക്സ്പ്രസ് ചെയ്യാം അല്ലേ. ഇതൊരു സെൽഫ് എക്സ്പ്രഷൻ അല്ലേ ആർട്ട് എന്ന് പറഞ്ഞാൽ. ഇപ്പം ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, എസ്പെഷ്യലി റൈറ്റേഴ്സിനൊക്കെ നമ്മൾ കാണുവാണെങ്കിൽ അവർ പറയും അവർ എഴുതുന്നത് ഒരിക്കലും മറ്റുള്ളവർ വായിക്കാനോ അല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്യാനോ അല്ല. ഐ ഫീൽ സംതിങ്, ഇറ്റ് ഇസ് ലൈക്ക് there in my chest. I want to really do it. I want to just write it, or maybe I want to sing, or I want to like sketch. അങ്ങനെ ആൾക്കാരുണ്ട്. അപ്പം ആർട്ട് എന്ന് പറഞ്ഞ ഒരു എക്സ്പ്രഷൻ ഫോമാണ്. അപ്പം അതുപോലെ തന്നെ ഇന്ത്യയിൽ പല പല ആർട്ട് നമുക്കിഷ്ടമുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ഇപ്പം നമ്മളിപ്പം പെയിൻറ്റിങ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും കാണാം, ഈ സ്കെച്ച് ഇപ്പോൾ ഒരാളുടെ മുഖം അങ്ങനെ തന്നെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഇറ്റ് ഇസ് ലൈക്ക് എ ഫോട്ടോ സ്റ്റാറ്റ് അല്ലേ. ചിലവർ അവരുടെ ഒരു രീതിയിൽ ഒരു കാരിക്കേച്ചർ വരയ്ക്കുമ്പം അതിലൊരു സ്പെഷ്യൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ somebody's smile is better. അപ്പം സ്മൈലിൻ്റെ അവിടെ ഒരു എംഫസിസ് കൊടുത്തിട്ട് അവരത് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ആർട്ട് ഫോംസ് ആർ ഓൾസോ കമ്മിങ്. സോ ഇറ്റ് ഈസ് ലൈക്ക് എ സെൽഫ് എക്സ്പ്രഷൻ. അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിൽ നമ്മൾ ഇന്ത്യൻ ടെക്സ്റ്റൈൽസും ഇന്ത്യൻ ആർട്ടിസൻസിനെയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ലോട്ട് ഓഫ് പ്രോജക്ട്സ് വി ക്യാൻ ഡു. ഇവിടെ തന്നെ ഒരുപാട് പ്രോജക്ട്സ് നടക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഖാദി ഫാഷൻ ഷോ, കുറേ ഡിസൈനേഴ്സ് ഇതായിട്ട് നമ്മുടെ ഇന്ത്യൻ ടെക്സ്റ്റൈൽസിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട്. പിന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ concept is also here right now. So and the thing is, and lot of startups are there, and a lot of startup funds are there, whereas if somebody wants to be a designer, സ്വന്തം ബ്രാൻഡ് തുടങ്ങണമെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സും അങ്ങനെ ഒരു നല്ലൊരു ടൈമിലൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണം അല്ലേ. It's a time for fashion, I think. So Okay, it is amazing. Wonderful. Okay, so speaking about inspiration and artistic, because ഇപ്പോൾ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് മനസ്സിലിങ്ങനെ ഒരു ഫാഷൻ ഡിസൈനർ is kind of like an artist, which is something that I never thought about before unless you spoke about it. അപ്പോൾ ഏതൊരു ഇപ്പോൾ എഴുത്തുകാരനാണെങ്കിലും, ഇപ്പോൾ ഞാൻ ഡാൻസറാണ്, ഐ കോറിയോഗ്രാഫ് ആൻഡ് സ്റ്റഫ്, യു ഗോ ത്രൂ ദ ആർട്ടിസ്റ്റിക് ബ്ലോക്ക് എന്നുള്ളൊരു ഫേസ് ഉണ്ടല്ലോ. അതൊരു ഫാഷൻ ഡിസൈനർ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, ആ ഒരു ഇൻസ്പിറേഷൻ ബ്ലോക്ക്, ആ ഒരു സംഭവം? അതിനാണ് നമ്മൾ ആക്ച്വലി സ്പീക്കിംഗ് നമുക്കൊരു തിയറിറ്റിക്കൽ അത് പഠിക്കുന്നുണ്ട്. ഒരു മൂഡ് ബോർഡ് എടുത്തിട്ട് എങ്ങനെയാണ് ഫാഷൻ ഇലിസ്ട്രേഷൻ വരേണ്ടതെന്ന്. ഇപ്പം പണ്ടത്തെ ഫാഷൻ ഷോസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അതൊക്കെ ഇന്ത്യയിലൊക്കെ നടക്കുന്ന ഫാഷൻ ഷോ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം കഥകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥകളിയുടെ ഒരു പടം ഒരു ഡ്രസ്സിൽ വരച്ചിട്ട് അങ്ങനെയാണ് ഇൻസ്പിറേഷൻ എടുക്കുന്നത്. ബിക്കോസ് അതാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നത്. ഒരു മരമാണ് ഇൻസ്പിറേഷൻ എങ്കിൽ ആ മരം അങ്ങനെ തന്നെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് പണ്ട് ഇൻസ്പിറേഷൻ എടുക്കുന്നത്. പക്ഷേ ആ ഇൻസ്പിറേഷൻ എങ്ങനെ ബ്രെയിൻ സ്റ്റോം ചെയ്യും, ഒരു ഐഡിയ വന്നു കഴിഞ്ഞാൽ ആ ഐഡിയനെ എങ്ങനെ ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ്, ഫോർ എക്സാമ്പിൾ ഒരു മരം എന്നുള്ള സംഭവം മേ ബി അതിൻ്റെ ടെക്സ്ചർ ആയിരിക്കും നമുക്ക് ഇൻസ്പിറേഷൻ അല്ലേ. മേ ബി ലൈക്ക് മരം എന്ന് പറയുമ്പോൾ യു ഫീൽ ലൈക്ക് ഐ ഫീൽ വെരി കാം ബീങ് അണ്ടർ എ ട്രീ. അപ്പം അതായിരിക്കും ഇപ്പം മാളവികയുടെ ഇൻസ്പിറേഷൻ ആയിരിക്കില്ല എൻ്റെ ഇൻസ്പിറേഷൻ, റൈറ്റ്? വാട്ട് ഐ ഫീൽ ലുക്കിംഗ് അറ്റ് എൻ ഒബ്ജെക്ട്. അതിൻ്റെ ഒരു ഫാഷൻ സൈക്കോളജി ക്ലാസ്സസ് ഉണ്ട് നമുക്ക്. നമ്മുടെ സബ്ജക്റ്റിൽ അതുണ്ട്. നമ്മൾ ഫാഷൻ സൈക്കോളജി ആയിട്ട് ഒരാൾ ഒരു ഒബ്ജക്റ്റിനെ കാണുമ്പോൾ എന്താണ് അദ്ദേഹത്തിന് അത് ഫീൽ ചെയ്യുന്നത്, അതിൽ വാട്ട് യു ഫീൽ. കാരണം അപ്പോഴല്ലേ സെൽഫ് എക്സ്പ്രഷൻ ആവുള്ളൂ. അപ്പൊ ഫാഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾവേസ് ഐ ഫീൽ ലൈക്ക് ഫാഷൻ ഇസ് എ വെയറബിൾ ആർട്ട്. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് യു ആർ ലൈക്ക് ഒരു നമ്മളൊരു പെയിന്റിങ് വാങ്ങിക്കുവാണെങ്കിൽ വി വാല്യൂ എ പെയിന്റിങ്, റൈറ്റ്? പക്ഷേ ഇന്നത്തെ ലോകത്തെന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഫാഷനാണ്. നമ്മൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 149 rupees യു കം യു ഗോ. ഇഫ് യു നോട്ടീസ് ചില ഡ്രസ്സുകൾ നമുക്ക് ഗിഫ്റ്റ് കിട്ടും. അപ്പം നമ്മൾ പറയും ഇറ്റ് ഇസ് സോ നോട്ട് മീ, ഞാനത് ഇടാൻ പോകുന്നില്ല, അത് ഞാനല്ല അല്ലെ. നമുക്കറിയാതെ സംവെയർ വി നോ ദാറ്റ്. അപ്പം അതിനൊരു നമുക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്, റൈറ്റ്? എത്ര നന്നായി ചേരുന്നു പറഞ്ഞാലും നമ്മൾ ആ ഡ്രസ്സ് ചിലപ്പോൾ ഇടില്ല. അപ്പം എന്താണ് നിങ്ങളുടെ ഫാഷൻ പേഴ്സണാലിറ്റി? എസ്പെഷ്യലി നമ്മൾ ഒരു സെലിബ്രിറ്റിക്കൊക്കെ ഡിസൈൻ ചെയ്യുമ്പം ഫാഷൻ പേഴ്സണാലിറ്റി അവരുടെ അറിഞ്ഞിട്ട് തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യണം. ഇല്ലെങ്കിൽ ദാറ്റ് വുഡ് ബി എ ഡിസാസ്റ്റർ. ബിക്കോസ് നമ്മൾ കുറെ സെലിബ്രിറ്റീസിനെ കണ്ടിട്ടുണ്ടല്ലേ, അത് അവര് ഫാഷൻ ഡിസാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് എക്സാക്ട്ലി ബിക്കോസ് ദേ ആർ നോട്ട്, അവരെന്താണോ അതല്ല. ഫാഷൻ എന്ന് പറഞ്ഞാൽ നോട്ട് യുവർ ഫിഗർ, നോട്ട് യുവർ സ്റ്റൈൽ, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഹൂ യു ആർ. അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മുടെ ഒരു മൂവിയിൽ വന്നില്ലേ, എന്താണ് പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ്. അതിലെ അദ്ദേഹം സൂട്ടും കോട്ടൊക്കെ അദ്ദേഹം വരുന്നുണ്ട് അല്ലെ. അതൊരു വലിയൊരു നല്ലൊരു സീനാണ് അത് ഫാഷന്റെ. അപ്പൊ അദ്ദേഹം അവിടെ വരുമ്പോ അദ്ദേഹം ആവാൻ പറ്റുന്നില്ല അല്ലെ. അപ്പൊ അദ്ദേഹത്തിന് റിയൽ സെൻസിൽ അദ്ദേഹത്തിന് നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ അദ്ദേഹം സൂട്ടും കോട്ടും ഇട്ടപ്പോ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഫാഷൻ പേഴ്സണാലിറ്റി അവിടെ ചേഞ്ച് ചെയ്തപ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് ഫാഷൻ പേഴ്സണാലിറ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ്. Right. Okay. That's a very interesting thought.
ഓക്കെ. സോ സസ്റ്റൈനബിലിറ്റി എന്നുള്ളൊരു ടോപ്പിക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഭയങ്കര വെയിറ്റ് ഉള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് മാർക്ലൻസ് സ്കൂൾ ഓഫ് ഫാഷൻ്റെ കരിക്കുലത്തിലാണെങ്കിലും അപ്രോച്ചിലാണെങ്കിലും ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ എല്ലാ ബ്രാൻഡ്സും സസ്റ്റൈനബിൾ ഫാഷൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിങ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? ഞാനൊരു സസ്റ്റൈനബിൾ ഫാഷൻ അംബാസിഡർ ആണ്, അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ എന്താ വോട്ട് സസ്റ്റൈനബിൾ ഫാഷൻ? എന്തുകൊണ്ടായിരിക്കും സസ്റ്റൈനബിൾ ഫാഷൻ വരാനുള്ള കാരണം എന്ന് ആരും ചിന്തിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ ഇൻഡസ്ട്രി വൈസ് നോക്കുവാണെങ്കിൽ എന്തുകൊണ്ടാണ് സസ്റ്റൈനബിലിറ്റി ഇത്ര ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ? വൈ? ബിക്കോസ് വേസ്റ്റ് കൂടിക്കൊണ്ടുവരികയാണ് അല്ലേ? സോ എക്സാക്ട്ലി, സോ ഇറ്റ് ഈസ് എഫക്റ്റിംഗ്. സോ ഏറ്റവും പൊല്യൂട്ട് ചെയ്യുന്നത് 2 ഇൻഡസ്ട്രീസ് ആണ്. ഒന്ന് ഓയിൽ ആൻഡ് ഗ്യാസ്, ഒന്ന് ഫാഷനാണ്. ഇപ്പം നമ്മൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പണ്ടത്തേക്ക് ഇപ്പം ഞാനൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്ന സമയത്ത് ഓണത്തിന് വിഷുവിനൊക്കെ ഡ്രസ്സ് വാങ്ങിക്കും അല്ലേ? അത് കഴിഞ്ഞ് മന്ത്ലി ഡ്രസ്സ് വാങ്ങിച്ചു തുടങ്ങിയ ആൾക്കാർ വീക്ക്ലി. ഇപ്പം എനിക്കറിയാം ഒരു പ്രാവശ്യം ഇട്ട ഡ്രസ്സ് ഉപയോഗിക്കാത്ത ഒരുപാട് പേരുണ്ട്. ഈ ഡ്രസ്സൊക്കെ എവിടെ പോകുന്നത്? എത്ര നാളെടുക്കും ഇതൊന്ന് ഡീകമ്പോസ് ചെയ്ത് വരാനായിട്ട്? സോ വി ആർ ക്രിയേറ്റിംഗ് ആർ ഓൺ വേസ്റ്റ്. ഇപ്പം നമുക്കിവിടെ ബ്രഹ്മപുരത്ത് ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടായി, വേസ്റ്റ് ഡിസ്പോസലിൻ്റെ പ്രോബ്ലം ആണ് അല്ലേ? അപ്പം ഇറ്റ് ഈസ് ആർ റെസ്പോൺസിബിലിറ്റി ടു ഗോ ടു സസ്റ്റൈനബിലിറ്റി. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം, നമ്മുടെ എല്ലാവരുടെയും വാർഡ്രോബ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 80% നമ്മൾ യൂസ് ചെയ്യാത്ത സാധനങ്ങളുണ്ട്. അത് ഞാൻ പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല. പണ്ട് ഞാനിത് പറയുമ്പോൾ 50% എന്ന് പറയും. പക്ഷെ ഇപ്പോൾ 80% യൂസ് ചെയ്യുന്നില്ല. എന്താ? വി ജസ്റ്റ് ഷോപ്പ് അല്ലേ? അപ്പം നമുക്കൊരു ലെഹങ്ക ഉണ്ടാവും, അത് എങ്ങനെയാണ് ഇടണ്ടേ എന്ന് അറിയില്ല ആർക്കും. ഇപ്പം എല്ലാവർക്കും ഫാഷൻ ഉണ്ട്, ലോട്ട് ഓഫ് ക്ലോത്ത്സ് ആർ അവൈലബിൾ, ലോട്ട്സ് ഓഫ് ബ്രാൻഡ്സ് ആർ അവൈലബിൾ, പക്ഷെ പ്രൊഡക്റ്റ് നോളജ് ഇല്ല. നമ്മളൊരു കാറ് വാങ്ങിക്കും. ഇപ്പോൾ പണ്ട് ഞാനൊരു ഇൻട്രസ്റ്റിംഗ് സംഭവമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയാണ്. പണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ചേട്ടൻ ഒരു കാറ് വാങ്ങിച്ചു. അപ്പം സ്റ്റിയറിംഗ് ഇരുന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബാക്ക് പെയിനാണ്. ഒരു 3 കൊല്ലമായിട്ട് അദ്ദേഹം വണ്ടി ഓടിക്കാം. പഴയ കാര്യമായിട്ടോ ഞാൻ പറയുന്നത്, ഇപ്പം എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ആ വണ്ടിയുടെ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന്. ഓക്കെ, സോ അത് പ്രോഡക്റ്റ് നോളജ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഒരു ഡ്രസ്സ് നമുക്കുണ്ടെങ്കിൽ അതെങ്ങനെയൊക്കെ രീതിയിൽ നമ്മൾ സ്റ്റൈൽ ചെയ്യാം അല്ലേ? ഇപ്പം മാളവികയിൽ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സ്, ഈ ടോപ്പ്, അതിനെ നമുക്ക് എങ്ങനെ രീതിയിൽ സൂട്ട് വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഇടാം. മേ ബി ഒരു സാരിക്ക് ബ്ലൗസ് ആയിട്ട് യൂസ് ചെയ്യാം. സോ ഒരു ഗാർമെന്റിന് തന്നെ ഒരുപാട് യൂസസ് ഉണ്ട്. പക്ഷെ അതെങ്ങനെ ചെയ്യും എന്നുള്ള നോളജ് അതാർക്കും അറിയില്ല. അപ്പം നമ്മുടെ സെഷൻസിൽ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് വി ആർ ടെല്ലിങ് സ്റ്റുഡൻസ് ദാറ്റ് ഡോണ്ട് ബൈ, but invent new methods to use one particular garment അല്ലേ? പണ്ടിപ്പം പഴയ കാലഘട്ടത്തിൽ ഇപ്പം എൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെയൊക്കെ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെയൊന്നും ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ഡ്രസ്സ് തന്നെ എങ്ങനെയൊക്കെ നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അതൊരു നീഡ് ഓഫ് ദ ആറാണ്. ഇറ്റ് ഈസ് നോട്ട് ഒരു സ്റ്റൈൽസ് ഒരു ഇതായിട്ട് സസ്റ്റൈനബിലിറ്റി. ഐ ആം വെയറിങ് എ സസ്റ്റൈനബിൾ ഗാർമെന്റ് എന്ന് പറഞ്ഞിട്ട് കുറെ ഗാർമെന്റ് വാങ്ങിച്ചിട്ട് എൻ്റെ വാർഡ്രോബിലുള്ളതെല്ലാം കളഞ്ഞിട്ട്, അങ്ങനെയല്ല. നമ്മുടെ കയ്യിലുള്ള സാധനം എങ്ങനെ നമുക്ക് മാക്സിമം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. 10 സാരി വാങ്ങിക്കുന്നതിന് പകരം 2 ബ്ലൗസ് വാങ്ങിച്ചാൽ അത് മിക്സ് എക്സാക്ട്ലി. അതുപോലെ എങ്ങനെയൊക്കെ നമുക്കത് ഡിസൈൻ ചെയ്യാൻ പറ്റും, സ്റ്റൈൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സാധനം. മേ ബി ആക്സസറീസ് മാറ്റി കഴിഞ്ഞാൽ യു ക്യാൻ യൂസ് ഇറ്റ്, റൈറ്റ്? വേറൊരു ലുക്ക്. എക്സാക്ട്ലി. അപ്പം അങ്ങനെയാണ് സസ്റ്റൈനബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അപ്പം അതിനുവേണ്ടി സംസാരിക്കാനും, ബിക്കോസ് എനിക്ക് സ്വന്തമായിട്ടൊരു റീസൈക്കിൾ ഫോറം ഉള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു ഇതോട്ട് ടൈപ്പ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഐ റിയലി ബിലീവ് ഇൻ ദാറ്റ്. എനിക്ക് ഇതിനു മുമ്പ് ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു, ഒരു ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡ് ആയിരുന്നു. പിന്നെ ഐ റിയലി thought that we are not doing the right thing towards Mother Earth. So അതുകൊണ്ട് ഞാനിപ്പോൾ സസ്റ്റൈനബിൾ ഒരു ബ്രാൻഡ് ഉണ്ട് എനിക്ക്. So I want all the students to think about that. Anybody who's coming out from our institution, ഇത് ആവശ്യമുണ്ടോ, എങ്ങനെ മാക്സിമം ഒരു ക്ലോത്തിനെ യൂസ് ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ വരണം എന്നാണ് നമ്മുടെ ആഗ്രഹം. റൈറ്റ്, ഓക്കെ, പെർഫെക്റ്റ്. ഓൾസോ സ്പീക്കിംഗ് അബൌട്ട് ഇപ്പോഴത്തെ കാര്യങ്ങൾ, AI അത് വലിയൊരു ഇത് തന്നെയാണ്. കുറെ ആൾക്കാർ ടേക്കിംഗ് അവേ എ ലോട്ട് ഓഫ് ജോബ്സ്. അപ്പോൾ ഒരു ഫാഷൻ ഇൻഡസ്ട്രിയിൽ AI കാരണം ഗുണങ്ങളാണോ കൂടുതൽ, അല്ലെങ്കിൽ ഇസ് ഇറ്റ് ദി അതർ സൈഡ് ഓഫ് ഇറ്റ്? 100% ഗുണങ്ങളാണ്. ഓക്കെ, അതിൻ്റെ സിമ്പിളായിട്ട് ഞാൻ പറയാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു ബ്രാൻഡ് സ്ട്രാറ്റജി വേണമെങ്കിൽ, ഒരു ബ്രാൻഡ് ആർക്കിടൈപ്പ് വേണം നമ്മുടെ ബ്രാൻഡിനെങ്കിൽ, ഒന്നും വേണ്ട, നമ്മളൊരു ChatGPTയിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയണം എന്തടിച്ചു കൊടുക്കണം എന്ന് അറിയണം. ദാറ്റ് ഇസ് എ ബേസിക് തിങ്. അതിപ്പോൾ നമ്മുടെ കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ യു വിൽ ഹാവ് ദാറ്റ്. ആ ഒരു ബേസിക് സാധനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വി ഹാവ് ലോട്ട് ഓഫ് സോഫ്റ്റ്വെയർസ്. ഇപ്പോൾ ഡിസൈൻ, ഇപ്പം പുതിയതായിട്ട് ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു സോഫ്റ്റ്വെയർ കണ്ടു. അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഒരു ഡ്രസ്സ് നമുക്ക് ഇട്ട് നോക്കാൻ പറ്റും. ഒരുപാട് ഇതുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റൈൽ ബോർഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്റ്റൈനബിലിറ്റി ഒരു ഫാക്ടർ ആകുമ്പോൾ ആ ഒരു സ്റ്റൈൽ ബോർഡിലൂടെ ആ ഡ്രസ്സ് നമുക്ക് ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും, നമ്മുടെ വെയിറ്റ് ഹൈറ്റ് ഫുൾ നമ്മൾ അഴിച്ചു കൊടുത്ത്, അപ്പം നമുക്ക് യു ക്യാൻ മേക്ക് എ ബൈയിങ് ചോയ്സ് വിത്ത് ദാറ്റ്, റൈറ്റ്? പിന്നെ അതുപോലെ തന്നെ ലോട്ട് ഓഫ് ഫാഷൻ ഷോസ് ആർ ഹാപ്പനിങ്.
ഓൺലൈൻ ദാറ്റ് വേ. സോ നമുക്കൊരു സാധനം ഫൈനലി ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് ക്രിയേറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടുകയാണ്. അപ്പം ഇറ്റ് ഈസ് ലിറ്ററലി ഹെൽപ്പിംഗ് അസ് ടു മേക്ക് എ കോൺഷ്യസ് ഡെസിഷൻ. കറക്റ്റ്. സോ AI ഈസ് വെരി ബെനിഫിഷ്യൽ. അതിൽ ബെനിഫിറ്റ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ വി യൂസ് ടു നോ ദാറ്റ് ഹൗ ടു യൂസ് ഇറ്റ് കറക്റ്റ്ലി. പിന്നെ അതിനൊരു ഗൈഡൻസ് ആവശ്യമുണ്ട്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഓർ ഹൂഎവർ ദാറ്റ് ഇസ് ഇപ്പം ചെയ്യുന്ന ആൾക്കാർ കറക്റ്റായിട്ട് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് അറിഞ്ഞൂടാ. അപ്പോൾ അതിൽ എക്സ്പേർട്ടസ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് അവരുടെ ക്ലാസ്സുകളാണെങ്കിലും അവരുടെ ഒരു സെഷൻസ് ആണെങ്കിലും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ദേ നോ ഹൗ ടു യൂസ് ഇറ്റ്. റൈറ്റ്. അവരുടെ അഡ്വാൻറ്റേജിന് എങ്ങനെ മാക്സിമം യൂസ് ചെയ്യാം എന്നുള്ളൊരു സംഭവം. ഓക്കെ. ഓൾറൈറ്റ്. ഐ തിങ്ക് ജസ്റ്റ് വൺ മോർ ക്വസ്റ്റ്യൻ ഫ്രം മൈ എൻഡ്. ഇപ്പോൾ കൊച്ചിയിൽ തന്നെ നോക്കിക്കാം, കൊച്ചി ബിക്കോസ് ഐ ലിവ് ഹിയർ, കുറേ അധികം ബുട്ടീക്സ് ഉണ്ട്, കുറേ അധികം ലേബിൾസ് ഉണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി ഇങ്ങനെ ക്രിസ്ത്യൻ വെഡിങ്ങിന് വേണ്ട ഗൗൺ, അതിൻ്റെ കുറേ ലേബിൾസ് ഉണ്ട്. അപ്പോൾ you also talked about brands. You've worked with a lot of brands. So naturally my question is what is the difference between brand, boutique and a label? Okay. So നമ്മളിപ്പം ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കുഡ് ബി സ്മോൾ ഓർ ബിഗ്. എനിത്തിങ് ഇസ് എ ബ്രാൻഡ് അല്ലേ. ഇപ്പം നമ്മളൊരു വലിയ ഇപ്പം റിലയൻസ് പോലെയുള്ള കമ്പനികൾ വിൽക്കുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ ഉത്സ, പിന്നെ അതുപോലെ ഓൾ ദീസ് ബ്രാൻഡ്സ്, ഇവർക്ക് വലിയൊരു പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഉണ്ട്. അവിടെ നമ്മുടെ ഒരു സ്കോപ്പ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ബി എ മെർച്ചൻഡൈസർ ദെയർ, വി ക്യാൻ ബി എ ഡിസൈനർ ദെയർ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ബുട്ടീക്ക് എ സിംഗിൾ boutique person is there. അവിടെ നമ്മൾ ഡയറക്ട്ലി കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഓൺ എ ബ്രാൻഡ്, എ ബിഗർ ബ്രാൻഡ്, വി ആർ നോട്ട് മീറ്റിംഗ് ദ കസ്റ്റമേഴ്സ്, റൈറ്റ്? നമ്മളവിടെ സൈസ് സെറ്റാണ് ചെയ്യുന്നത്. സ്മോൾ, മീഡിയം, ലാർജ്, അങ്ങനെയായിരിക്കും നമ്മുടെ കട്ടിങ് യൂണിറ്റ്. ഇപ്പം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണമെങ്കിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ മാത്രം ഒരു മെഷീൻ ആയിരിക്കും. സോ ഇറ്റ്സ് ലൈക്ക് എ ഹ്യൂജ് ഇൻഡസ്ട്രി, കറക്റ്റ്? അപ്പോൾ ഒരു ദിവസം 10,000 പീസസ് ഒക്കെ പ്രൊഡക്ഷൻ നടക്കുന്ന ഇൻഡസ്ട്രീസ് ആയിരിക്കും. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ബുട്ടീക്ക് ഇറ്റ് ഇസ് മോർ പേഴ്സണലൈസ്ഡ്. അപ്പം ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ, മെർച്ചൻഡൈസിങ്ങിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ ബിഗ് കമ്പനീസിൽ പോയി വർക്ക് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് വുഡ് ബി മോർ ലൈക്ക് ക്വാളിറ്റി ചെക്കിങ്, അല്ലെങ്കിൽ മെർച്ചൻഡൈസിങ്, ഒരു ഓർഡർ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരിക്കും. പക്ഷേ ബുട്ടീക്കിലേക്ക് വരുമ്പോൾ നമുക്കൊരു പേഴ്സണലൈസ്ഡ് ലെവൽ വേണം. ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്നിട്ട് ഈ ഒരു ഗാർമെൻറ്റ്, ഒരു പീസ് ഓഫ് ക്ലോത്ത് തന്നിട്ട് ഇത് ഞാൻ എങ്ങനെ സ്റ്റിച്ച് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് പറ്റുന്ന ഒരു ഡിസൈനിലേക്ക് നമ്മൾ എത്തണം. അതെങ്ങനെ എത്തുക? അവരുടെ അപ്പം നമുക്ക് അവരുടെ ഫിഗർ ബോഡി അനാലിസിസ് വേണം, അവരുടെ സ്കിൻ കളർ വേണം. ഇപ്പം ചില ബുട്ടീക്സിലൊക്കെ ആൾക്കാർ വരുമ്പോൾ അവരൊരു കളർ കൊണ്ടുവരും. അവർ കൊണ്ട് നമ്മുടെ കയ്യിലെത്തുമ്പോഴാണ് ഈ കളർ അവർക്ക് ചേരാത്ത കളറാണ്. അപ്പം വി ഹാവ് എ ലോട്ട് ഓഫ് ഇഷ്യൂസ് ദർ. അപ്പം ആ സമയത്ത് നമുക്ക് ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ അതിന് കൊടുക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, സ്കിന്നിന് ചേർന്നത് അവർക്ക് റെഡ് ചേരും, നമ്മളിവിടെ ഒരു പൈപ്പിംഗ് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഒരു പീസ് നമുക്ക് അറ്റാച്ച് ചെയ്യും. ആ ഒരു മൊമെൻറ്റിലുള്ള ഒരു തോട്ട് ഒരു ബുട്ടീക്ക് ഡിസൈനറിന് ഭയങ്കര ആവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മളൊരു ഫാഷൻ സ്റ്റൈലിസ്റ്റ് ആണെങ്കിൽ നമ്മൾ ചിലപ്പം ഈ മൂവീസിലൊക്കെ ഇൻ്റർവ്യൂസ് കേട്ടാൽ അറിയാം. എൻ്റെ ഒരു ഫ്രണ്ട്, ഷീ ഈസ് വർക്കിംഗ് ആസ് എ ഫാഷൻ സ്റ്റൈലിസ്റ്റ് ഫോർ മൂവീസ്. സോ അവൾ പറയും അവിടെ എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ മനസ്സിലാക്കുക അത്രയും ഗാർമെൻറ്റ്സ് ഇല്ല, അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത സാധനം അല്ല വന്നത്, ചിലപ്പോൾ അവർക്കത് ഫിറ്റ് ചെയ്യില്ല. ആ ഒരു മൊമെൻറ്റ്, ഒരു 10 മിനിറ്റ്സിനുള്ളിൽ യു ഹാവ് ടു മേക്ക് എ ബിഗ് ഡിസിഷൻ, കറക്റ്റ്? അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അവിടെയാണ് നമ്മുടെ നോളജ്, നമുക്കിതൊന്നും പഠിക്കാത്തവരും പഠിച്ചവരും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ വെച്ച് നമുക്ക് പഠിച്ചില്ലെങ്കിലും യു ക്യാൻ ഹാവ് എ സൊല്യൂഷൻ, ബട്ട് ആർ യു ഗിവിങ് എ റൈറ്റ് സൊല്യൂഷൻ? അവിടെ you need to really learn and understand the concepts and go there. Right. And all these things come with experience and also our exposure to the industry which you provide. Yes. പണ്ടൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടിയത് 5 കൊല്ലം 6 കൊല്ലം നമ്മൾ പഠിച്ച്, ആൻഡ് യു ഹാവ് ടു റിയലി ആസ്ക് ഫോർ ഇന്റേൺഷിപ്പ്. പക്ഷെ അത് ഇപ്പോൾ സമയമില്ല, ബിക്കോസ് എവറിത്തിങ് ഇസ് ഫാസ്റ്റ് ആൻഡ് സീരിയസ് നൗ. സോ തിങ് ഇസ് ദാറ്റ് ഇസ് വൈ വി തോട്ട് ലൈക്ക് ഈ സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ സ്കൂളിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ആ കുട്ടികൾക്ക് അപ്പം തന്നെ റിയൽ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അപ്പം അവർ തന്നെ നാളെ എടുക്കുമ്പോൾ അവരുടെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ് ഷേപ്പിനെ പറ്റിയ ഡ്രസ്സ് ഏതായിരിക്കും, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി, ഒരു അസൈൻമെന്റിന്റെ ഒരു എക്സാമ്പിൾ ആണ്, ഈ സെലിബ്രിറ്റിക്ക് എന്തൊക്കെ ചേരും എന്ന് പറഞ്ഞ് അപ്പോൾ അവരുടെ സാധനം കൊണ്ടുവരുമ്പോൾ ഓക്കെ ഫൈൻ, ഇദ്ദേഹത്തിന്റെ ഓവൽ ഫേസ് ആണ്, ഓവൽ ഫേസിന് ഇതൊന്നും ചേരില്ല, ഈ സ്കിൻ ടോണിന് ഇതൊന്നും ചേരില്ല, ഇങ്ങനെയായിരിക്കും നമ്മുടെ പഠിപ്പിക്കൽ ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് അവർക്ക് റിയലി ഈ ഇൻഡസ്ട്രിയിൽ പോയി കഷ്ടപ്പെട്ട് പഠിക്കാതെ നമ്മുടെ അവിടെ വന്നാൽ നമ്മൾ ഡയറക്ട്ലി പഠിക്കും. അപ്പം ആ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ അവരുടെ തന്നെ ഫോട്ടോസ് അവരെടുത്ത് വെക്കുകയാണെങ്കിൽ അവരുടെ തന്നെ ഒരു ഫാഷൻ സെൻസിനും സ്റ്റൈലിനും വളരെയധികം മാറ്റം 100% ഉണ്ടാവും. അങ്ങനെയാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് ആ പോയിന്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി കഷ്ടപ്പെട്ട് 5-6 കൊല്ലം ഇങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ പകരം യു ബേസിക്കലി ബ്രിങ് ഇൻ ദ വേൾഡ് ഓഫ് ഫാഷൻ
to them. Correct. Sounds lovely. That's very important. Well, so that's it. I think you've answered all my questions. So before we wind up, I've got 2 more questions. ഏറ്റവും നല്ല അല്ലെങ്കിൽ ഓർത്തിരിക്കുന്ന അഡ്വൈസ് ഏതാണ്? You said you've got a lot of mentors and all of that. And the next question is, what advice would you give to aspiring fashion designers? Okay. സോ എൻ്റെ ലൈഫിൽ ഒരുപാട് പേരുടെ ജൂനിയറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആൻഡ് ഓൾസോ ലൈക്ക് അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ബിഫോർ സ്റ്റാർട്ടിങ് ഐ ടോൾഡ് ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ അവിടെ ആദ്യം ഇപ്പം നമുക്ക് പണ്ടത്തെ പോലെ നമുക്ക് റെഫറൻസ് ഒന്നും ഇല്ല. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പ് ഒക്കെ കിട്ടാൻ എളുപ്പമാണ്. ഇന്നത്തെ സമയത്ത് ഞാനൊരു അവിടെ ഒരു ഏജൻസി ഉണ്ട്. സോ നമ്മൾ ഏജൻസി ത്രൂ ആണ് പോകുന്നത്. അപ്പോൾ ഒരു ഏജൻസി ഇന്റർവ്യൂ ഉണ്ടാവും. ഇപ്പം അത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇപ്പം നോക്കറിയിലൊക്കെ ചെയ്യുമ്പം ഏജൻസ് ആണ് നമ്മളെ കോൺടാക്ട് ചെയ്യുക. അവരുടെ ഒരു ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂ ഉണ്ട്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു സർ ഉണ്ടായിരുന്നു. ഐ സ്റ്റിൽ റിമെമ്പർ ഹിസ് നെയിം ഇസ് ചാൾസ്. സോ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മൾ ചെല്ലുമ്പോൾ ഫാഷൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്ലിറ്റ്സ് ആൻഡ് ഗ്ലാമർ അതാണ്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഫാഷൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് വർക്ക് ചെയ്യാൻ. അതും ആ സമയത്ത് ഇത്രയും ഒരു ഗ്ലിറ്റ്സ് ആൻഡ് ഗ്ലാമർ ഒന്നും ഇല്ലാത്ത സമയമാണ്. അപ്പം നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ആർ യു റെഡി ഫോർ ഇറ്റ്? ആദ്യം തന്നെ നമ്മൾ യെസ് ഐ എം റെഡി, ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു മാസം കഴിഞ്ഞിട്ട് ഞാനൊരു കമ്പനി റെഫർ ചെയ്യാം, അവിടെ കഴിഞ്ഞിട്ട് എന്നോട് പറയണം, അത് അത്രയും ഈസി അല്ല എന്ന്. അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം കൂടി ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ പറയാണ്. അപ്പം അദ്ദേഹം അത് പറഞ്ഞു, ഞാനത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. അതൊരു അഡ്വൈസ് ആണ് എൻ്റെ ഫോർ ദ ലൈഫ് എന്ന് ആ സമയത്ത് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ഈ അഡിഡാസിൽ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങളുടെ സീനിയേഴ്സ് അപ്പം അങ്ങനെ അല്ലെങ്കിൽ വേറെ പല കമ്പനീസും, ഞാനൊരു കമ്പനി സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയുന്നില്ല, അപ്പോൾ ഒരു എക്സ്പോർട്ട് ഹൗസിൽ നമ്മൾ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുമ്പം വി യൂസ് ടു ഡു എവറിത്തിങ് ഫോർ അവർ സീനിയർ. നമ്മുടെ സീനിയേഴ്സ് ഇന്ത്യൻസ് ആയിരുന്നില്ല. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഡെസ്ക് ക്ലീൻ അല്ലെങ്കിൽ അവർ നമ്മളെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കും. ഞാനത് ചെയ്യായിരുന്നു. എനിക്കതൊരു എന്താ പറയുക, ഒരു റാഗിങ് എന്നുള്ള ലെവലിൽ എനിക്കത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം ഇതുപോലെ അവർ ടോയ്ലറ്റ്, അവിടെ ഞങ്ങൾക്ക് ആൾക്കാരുണ്ട്, പ്രൊഫഷണൽ ലെവലാണ്, ഐ എം എ ഡിസൈനർ, അത് മറക്കരുത്. പക്ഷേ ലക്കിലി നമ്മുടെ വീട്ടിൽ അത്രയും ഒരു ഡൗൺ ടു എർത്ത് ആയിട്ട് നമ്മളെ പഠിപ്പിച്ചതുകൊണ്ട് എന്ന് തന്നെ ഞാൻ പറയാം. എൻ്റെ അച്ഛനോടും അമ്മോടും വളരെ നന്ദി ആ ഒരു കാര്യത്തിൽ. അപ്പോൾ അവരെന്നോട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. അതായത് അവിടെ വെള്ളമുണ്ട്, യു ഹാവ് ടു ക്ലീൻ ഇറ്റ് എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കത് കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാനത് ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് പറ്റാവുന്ന രീതിയിൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തു. അങ്ങനെ അതായത് ഫാഷൻ എന്ന് പറയുമ്പം ഭയങ്കര സംഭവമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ വരരുത്. നമ്മൾ എല്ലാ പണിയും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വരണം എന്നാണ് അദ്ദേഹം എന്നോട് പഠിപ്പിച്ചു തന്നത്. പക്ഷേ ഇത് തന്നെ ഞാൻ അതിൻ്റെ ഒരു ആഫ്റ്റർ സ്റ്റോറി പറയാം. അപ്പോൾ അവരെന്നെ വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്തത് ആ ഒരു സമയത്ത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇങ്ങനെ ക്ലീൻ ചെയ്യണം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജോലി എൻ്റെ സീനിയർ എനിക്ക് തരുന്നു, ആ ജോലി ഞാൻ ഏറ്റവും വൃത്തിയായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യാം, അങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ അവരെന്നോട് സോറി പറഞ്ഞു. അവരാണ് എനിക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ റെഫറൻസ് തന്നിരിക്കുന്നത്. ഞാൻ ഈ ഒരു ഫാഷൻ ബൈയിങ് ഹൗസ് എന്ന് പറയുന്ന സാധനം തുടങ്ങിയപ്പോൾ അവരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ക്ലയൻസിനെ, അവരുടെ ക്ലയൻസിനെ എനിക്ക് തന്ന് അങ്ങനെ ഒരു ഓൺട്രപ്രണർ ആക്കാനായിട്ട് അവരെന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ ഡ്യൂട്ടിയും അത് എന്താണെങ്കിലും നമ്മുടെ സീനിയേഴ്സ് പറയുന്നത് ചെയ്യാനായിട്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ ഒരു കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ട് അല്ലേ. നമുക്കൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ, ദിസ് ഇസ് നോട്ട് എൻ്റെ ഒരു സ്റ്റേറ്റസിന് പറ്റിയ സാധനം അല്ല എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷേ ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്തു വന്നതുകൊണ്ട് നമ്മൾ എന്ത് സാധനം ചെയ്യാനാണെങ്കിലും റെഡി. അതൊരു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അഡ്വൈസാണ്. അത് ഞാൻ ഇപ്പോഴും അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അത് ചെയ്യാനുള്ള ഒരു ഇത് ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ആസ് യു ആസ്ഡ് ഫോർ ദ സ്റ്റുഡൻസ് എന്താണ്, ഇപ്പം എൻ്റെ ഒരു കാലഘട്ടവും ഇപ്പോഴത്തെ ഒരു കാലഘട്ടം നമ്മളുടെ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻസ് അല്ലേ, ലോട്ടഡ് വിത്ത് ഇൻഫർമേഷൻ. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പം ആയി. അപ്പം ഞങ്ങളൊക്കെ ഇപ്പോഴാണെങ്കിലും എഴുതി വെക്കുക ചെയ്യുക. എനിക്കൊക്കെ ഇപ്പോഴും ഒരു ബുക്കുണ്ട്, ആ ബുക്കിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ള സ്ട്രാറ്റജി. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ മോളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ ആദ്യം ഗൂഗിളിൽ പോയിട്ട് അതിനെല്ലാ സാധനങ്ങളും ചെയ്ത് തരും അല്ലേ. അപ്പം നിങ്ങൾക്കുള്ള ഇൻഫർമേഷൻ, എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ, യൂസ് ഇറ്റ് വൈസ്ലി. ഇപ്പം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഫാഷൻ വീക്കിൽ എന്താ നടക്കുന്നത്, ഏതൊക്കെ മെറ്റീരിയൽസ് ഉണ്ട്, അതിൻ്റെ എല്ലാ ഇൻഫർമേഷനും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നമ്മളത് യൂസ് ചെയ്യുന്നില്ല. അപ്പം ആ ഒരു ഇൻഫർമേഷൻ നന്നായിട്ട് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഓൾ ടെക്നോളജീസ്, ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് പഠിക്കാൻ. അപ്പോൾ പുതിയൊരു സോഫ്റ്റ്വെയർ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് അൺപെയ്ഡ് വേർഷൻസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ പറ്റും.
ഒരു 7 ദിവസം ഫ്രീ ട്രയൽ ഒക്കെ ഉണ്ട് Right, yeah. അല്ലേ? അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു ലേണിങ്ങിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം ഞാനിപ്പോൾ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ജൂനിയർ ഫാഷൻ ഡിസൈനേഴ്സ് ഞാൻ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്നുള്ള രീതിയിൽ. അപ്പം നമ്മൾ ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് 2 സെക്കൻഡിൽ ഫാഷൻ ചേഞ്ച് ചെയ്യുന്നതാണ് ഒരു പേര്. അപ്പം ഫാഷൻ എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഫാഷൻ ഷോസ് എവിടെ നടക്കുന്നു, ഏതൊക്കെ ലൈക്ക് മെറ്റീരിയൽസ് വരുന്നുണ്ട്, പുതിയ ബ്രാൻഡ്സ് ഏതൊക്കെയാണ് വരുന്നത്, അറ്റ്ലീസ്റ്റ് നമ്മുടെ ലോക്കൽ ഏരിയയിൽ ഫാഷനിൽ എന്ത് നടക്കുന്നു എന്നുള്ള അപ്ഡേറ്റെങ്കിലും നമ്മൾ ചെയ്തു വെക്കണം. ഇറ്റ് ഈസ് വെരി ഈസി ഫോർ യു. ഒരു ഫോൺ ഉണ്ടെങ്കിൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതാണ് എനിക്ക് ഐ തിങ്ക് ഐ ഹാവ് ടു ഗിവ് ഇറ്റ് ടു ദ ന്യൂ കമ്മിങ് designers. Yes, I'm pretty sure the people who are listening to this and the aspiring fashion designers would take this to heart. So thank you so much. Thank you so much. Looking forward to your new venture. Definitely. Thank you so much. Thank you. Yeah.